കൺവെൻഷനുകളിൽ മിക്കതും പ്രസംഗമുണ്ട്, ഉപദേശം പറയുന്നില്ല. മോനെ ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കാൻ പറ. നമ്മുടെ കൺവെൻഷനുകളില് പ്രസംഗം ധാരാളമുണ്ട്, നന്നായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. നമ്മൾ കേട്ടിരുന്നു പോകും. വന്നിരിക്കുന്ന ആൾക്കാരും പ്രസംഗം കേട്ട് ബലപ്പെടാൻ മാത്രമല്ല മാർക്കിടാനും കൂടെ ആയി വരുന്നത്. കൊള്ളാം. നമ്മൾ ഇതുവരെയും കേൾക്കാത്ത, ഇന്നാളൊരുത്തൻ പറയാൻ കേട്ടു, ഇതുവരെയും കേൾക്കാത്ത ഒരു പദമാണ് പറഞ്ഞ, എന്തുവാണോ ഓർക്കുന്നില്ല. എന്തുവാ? തോട്ട്സ് അല്ല, വേറൊരു പദമാണ് പറഞ്ഞത്. ആശയം അതാ, പദം വേറെയാ. വേറെ ചെല്ലു പറയത്തില്ല, പൊളിച്ചു. എന്നതാ പണ്ടൊക്കെ പറഞ്ഞ കലക്കി, അതിപ്പം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം മാർക്കിടുകയും അഭിപ്രായമൊക്കെ പറയുന്നവരുണ്ട്. പ്രസംഗകര് ധാരാളമുണ്ട്, നന്നായിട്ട് പ്രാസോപ്പിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. കായ് തുടങ്ങി, തായ് തുടങ്ങി, നായ് തുടങ്ങി, രായ് തുടങ്ങി, അങ്ങനെയൊക്കെ നന്നായിട്ട്. അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഭാഷാ നൈപുണ്യമുള്ളവരുണ്ട്. എന്തോ നല്ല, എനിക്ക് ഭാഷ വശമൊന്നുമില്ല, എൻ്റെ ഭാഷ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നന്നായിട്ട് നല്ല ഈ കടഞ്ഞെടുത്ത മലയാള ഭാഷ കടഞ്ഞെടുത്ത്, അത് നമുക്കത് പറയാനൊക്കത്തില്ല, എന്തോ കേട്ടിരുന്ന് പോവും. നമ്മൾ ചലിക്കത്തില്ല, ഒരു സ്തോത്രം പോലും പറയത്തില്ല, ഇങ്ങനെ കേട്ട് ഇരിക്കും. അത് മുമ്പടാ ഇത് എവിടുന്നാ ഇതെല്ലാം. നന്നായിട്ട് പ്രസംഗിക്കും, ഒന്നും മനസ്സിലാകുകയല്ലെന്നേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, തെറ്റാന്നല്ല. ആംഗലേയ ഭാഷ സ്വായത്തമാക്കിയവർ നന്നായിട്ടത് ശുശ്രൂഷിക്കും, തെറ്റല്ല. അപ്പോൾ പ്രാസമൊപ്പിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, പാടി നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒന്നല്ല പലരുണ്ട്. നമ്മൾ ഓർക്കുന്ന ഈ അടുത്ത കാലത്ത് പാടി പ്രസംഗിക്കുന്ന അല്ല, പാടി പ്രസംഗിക്കുന്നവർ ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവരെല്ലാവരും മൺമറഞ്ഞു. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു, കാവാലം ആ പാട്ട്, കാവാലം ജനിക്കുന്നതിനും ഈ കാവാലത്തിൻ്റെ തന്ത ജനിക്കുന്നതിന് മുമ്പ് പാടി പ്രസംഗിച്ച 100 കണക്കിന് ദൈവദാസന്മാരുണ്ട്. ഞാൻ ആ ഭാഷ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ഞാൻ നല്ല മലയാള ഭാഷ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, തന്തയും തള്ളയും. അതിഷ്ടമല്ലല്ലോ ഇപ്പം. എന്നാ ഒന്നുകൂടെ പറഞ്ഞേക്കെ, ഞാനും എൻ്റെ പിതാവും ആയിക്കോട്ടെ. അപ്പം ഞാനും എൻ്റെ അപ്പനും ജനിക്കുന്നതിന് മുമ്പ് ഈ കേരളക്കരയിൽ മലയാള ഭാഷയിൽ നന്നായി പാട്ട് പാടി പ്രസംഗിച്ച എത്രയോ വീരന്മാര്, ധാരാളം ആൾക്കാർ. അതിൽ എടുത്തു പറയത്തക്ക ആളാ CS മാത്യു അവർകൾ. അദ്ദേഹത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് വരും, നിമിഷകവിയും കൂടാ. അതെ, അങ്ങനെ എത്രയോ പേര്. ഒരാളുടെ പേര് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണ് മരിച്ചത്, കടന്നുപോയത്. IPC സഭയുടെ പ്രധാന സീനിയർ ശുശ്രൂഷകനും മുൻപ് ആലപ്പുഴ സെന്ററിന്റെ ചുമതലയൊക്കെ വഹിച്ച് കുമ്പനാട്ട് ബൈബിൾ സ്കൂളിൽ ദീർഘവർഷം അധ്യാപക വൃത്തി ചെയ്ത ശ്രേഷ്ഠനായ മൺമറഞ്ഞ മേക്കാട്ട് ബേബിച്ചായി എന്ന് പറഞ്ഞാൽ പാസ്റ്റർ MB വർഗീസ്. യേശുദാസ് പാസ്റ്ററെ പഠിപ്പിച്ചതാണോ? കരുവാറ്റയിലാണോ പഠിച്ചത്? കുമ്പനാട്ടാണോ? മല്ലപ്പള്ളിയില്ല, അവിടെ KV ചാക്കോച്ചാൻ. പാസ്റ്റർ MB വർഗീസ് അവർകൾ എന്തോ നല്ല പാട്ടാ. അത് വിഷയാധിഷ്ഠിതമായി നല്ല പാട്ടുകൾ, നല്ല സുഖമാ കേൾക്കാൻ. പാസ്റ്റർ MB വർഗീസ് അവർ നന്നായിട്ട് 100 വയസ്സ് കഴിഞ്ഞ് മരിക്കുമ്പോൾ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ, ഞാനും എൻ്റെ അപ്പനുമൊക്കെ ജനിക്കുന്നതിന് മുന്നേ അവർ പാട്ട് പാടി പ്രസംഗിക്കാൻ തുടങ്ങിയവരെ. അപ്പം നമ്മൾ ഓർക്കുന്ന ഈ അടുത്ത കാലത്ത് ആ പാട്ട് പാടി പ്രസംഗിക്കുന്ന അല്ല, 100 കൊല്ലം മുമ്പേ ഉണ്ട്. മോശവത്സലം ശാസ്ത്രികൾ, വിദ്വാൻ കുട്ടിച്ചന്, അതുപോലെ തന്നെ ദൈവം മണ്ടോടി, അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ CS മാത്യു പിന്നണികൾ, സൈമൺ സാറ്, ഇവരൊക്കെ എത്രയോ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ. അപ്പോൾ പ്രാസമൊപ്പിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, പാട്ട് പാടി പ്രസംഗിക്കുന്നവരുണ്ട്, ശാസ്ത്രം തെളിയിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. വരുന്ന ദിവസമൊക്കെ അവർ നമുക്ക് കേൾക്കാം. ബൈബിളും ശാസ്ത്രവും വെളിപ്പാടും ദാനിയേലും ഭാവികാല ശാസ്ത്രം ഇതൊക്കെ നന്നായി പ്രസംഗിക്കുന്നവരുണ്ട്. ഞാൻ അതിന് എതിരല്ല, അതൊക്കെ വേണം, ആവശ്യമാണ്. എന്നാൽ യേശുവിന്റെ പ്രസംഗത്തിന്റെ ഒരു വിശേഷത ഇപ്പം വായിച്ചതാ, ഒന്നുകൂടെ വായിച്ചാട്ടെ വിൻസി. യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണ
ജനങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഉപദേശിപ്പാനും പ്രസംഗിക്കാനും ഇത് രണ്ടും സഭയ്ക്ക് ആവശ്യമാ. സഭയ്ക്ക് ആവശ്യം പ്രസംഗവും ആവശ്യമാ, ഉപദേശവും ആവശ്യമാ. ഇന്ന് സഭയ്ക്കകത്താന്തേലും പുറത്താന്തേലും ഉപദേശം അധികം പറയുന്നില്ല, പ്രസംഗം ഒത്തിരിയുണ്ട്. നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അങ്ങനല്ലേ പറയുന്നത്, പുള്ളി നന്നായിട്ട് ഇളക്കും, നന്നായിട്ട് ഇളക്കും. മറ്റേ പുള്ളി തകർക്കും, മറ്റേ പുള്ളി പൊളിക്കും. എതിര് പറയുകയല്ല. ഇപ്പം കൺവെൻഷൻ ആണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും ശരിക്കും ഉപദേശം പറയുന്നവരെ ജനത്തിന് വേണ്ട. വളരെ കുറച്ച് ആൾക്കാരെ അത് ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്നാൽ നമുക്ക് ആവശ്യം ശക്തമായിട്ട് ഉപദേശമാണ്. നമ്മളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന എത്രയോ പ്രഗത്ഭന്മാരുണ്ട് പുറത്തും അകത്തും, ഇല്ലേ? ചില പാർട്ടിയുടെയൊക്കെ പരിപാടിക്ക് നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഇപ്പം ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലരുടെ പ്രസംഗം എന്തോ ഭയങ്കരം പ്രസംഗമാണ്. അതിൽ പ്രഗത്ഭനായിരുന്നു കടന്നുപോയ സുകുമാർ അഴീക്കോട്. അദ്ദേഹം പാർട്ടിക്കാരനെ അല്ലെങ്കിലും വളരെ എന്തോ നല്ല പ്രസംഗമാണ്, ഭയങ്കരമായിട്ട് വിഷയങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. VK കൃഷ്ണമേനോൻ അമേരിക്ക ചെന്ന് UNO-യിൽ 8 മണിക്കൂർ പ്രസംഗിച്ചു. നമ്മുടെ ഇവിടുത്തെ മിടുക്കന്മാർ ഉപദേശിമാർ പോയാൽ കൂടി കിട്ടുന്നത് അരമണിക്കൂർ, അങ്ങേയറ്റം പോയാൽ 1 മണിക്കൂർ, മിക്കതിനും കിട്ടുന്നുമില്ല. അവിടെ പോയി കുത്തിയിരുന്നേച്ചിഞ്ഞ് പോരില്ല. എന്നാലും പോയല്ലോ, അത് വലിയ കാര്യം. നിങ്ങൾ വന്ന് പോകുന്ന നല്ലതാണ്, ഇവിടെ തന്നെ ഇരിക്കാതെ. അപ്പോൾ അവിടെയൊക്കെ പോയി പ്രസംഗിക്കുന്നവരുണ്ട്, അധികം സമയമൊന്നും കൊടുക്കുകയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗകർ ധാരാളമുണ്ട്, നന്നായിട്ട് പ്രസംഗിക്കുന്നവരകത്തും പുറത്തുമുണ്ട്. പക്ഷേ സഭയ്ക്ക് ആവശ്യം പ്രസംഗം മാത്രമല്ല, ഉപദേശവും ആവശ്യമാണ്. നന്നായിട്ട് ഉപദേശവും പറയണം. ഇപ്പം അതൊന്നും എല്ലാവർക്കും വലിയ തൃപ്തിയല്ല. ആ നിലയിലൊക്കെ ആയി തീർന്നിരിക്കുക. ആട്ടെ, നിങ്ങൾ ഇത്രയും പേര് വന്നുകൂടിയല്ലോ, ദൈവത്തിന് മഹത്വം. ഇങ്ങനെ യേശുക്രിസ്തു പ്രസംഗിപ്പാനും ഉപദേശിപ്പാനും കടന്നുപോയി. അപ്പൊ യോഹന്നാൻ ആ സമയത്ത് കാരാഗൃഹത്തിൽ കിടക്കുക. അടുത്ത വാക്യം വായിച്ചാട്ടെ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ പറ്റി കേട്ടു. കാരാഗൃഹത്തിൽ യോഹന്നാൻ കാരാഗൃഹത്തിൽ പോകാനുള്ള കാരണം അറിയാമല്ലോ. എന്തുവാ? ആ പെങ്കൊച്ചിന്റെ കുച്ചുപ്പുടിയ. അവള് മുദ്രയൊക്കെ കാണിച്ച് അമ്മ ഒരുക്കി വിട്ടു. രാജാവ് അതിലാകൃഷ്ടനായി എന്ത് വേണേലും ചോദിച്ചോ തന്നേക്കാന്ന് പറഞ്ഞു. അവൾ പറഞ്ഞ് തള്ളയോട് ചോദിച്ചു വരാൻ. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുക. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശുക്രിസ്തു അവരോട് കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. പിന്നെ എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. അല്ല, ദരിദ്രരോട് ആ സുവിശേഷം അറിയിക്കണ്ടേ? സ്തോത്രം. ചില ആൾക്കാർ പറയാ പാപത്തങ്ങളെയല്ല ഇതുങ്ങൾ അവനെങ്ങനെ എഴുതിയേക്കുന്നത്. ദാരിദ്ര്യം പല നിലകളിലുണ്ട്. അരിയും തുണിയും മണിയും കിണിയും ഇല്ലാത്ത നല്ല ദാരിദ്ര്യം, ആത്മീക ദാരിദ്ര്യവും ഉണ്ട്. ഒക്കെന്നെങ്കിൽ ആ ഭാഗത്ത് പിന്നെ വരാം നമുക്ക്. അപ്പൊ കുരുടര് കാണുന്നു, ചെകിടര് കേൾക്കുന്നു, മുടന്തര് നടക്കുന്നു, അവൻ കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതാ ശുശ്രൂഷകൾ. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ 4 നാൾ കഴിഞ്ഞുയർത്ത് ഭ്രഷ്ടരൊരായിരം ജനം
സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാന്ന് ഒന്ന് സഹായിച്ചു തരണം. മൊത്തം പാട്ടില്ലേലും ഞാൻ ശ്വാസം പോകുന്ന മുറിക്കൊന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് ശിവ പാസ്റ്റർ വന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഒന്ന് അപേക്ഷിക്കുക. ആട്ടെ. ഇങ്ങനെ യോഹന്നാൻ അവന് അറിവ് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം വന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ഇന്ന് വായിച്ചത്. കുറുവാക്യം ഒന്നുകൂടെ ബിൻസി വായിച്ചേ. 11. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞ കാര്യമാ. യോഹന്നാൻ സ്നാപകൻ വലിയവനാ. എന്തുകൊണ്ടാണ് യോഹന്നാൻ വലിയവനായത്? പ്രിയരെ, ആർക്കും പെട്ടെന്ന് വലിയവനാകാൻ ഒക്കത്തില്ല. ഒറ്റ രാത്രി കൊണ്ട് വലിയവനാകാനൊന്നും ഒക്കത്തില്ല. ഒറ്റ രാത്രി കൊണ്ട് വേണേ ഉപദേശിയാകാം. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, പിറ്റേന്ന് മീശയൊക്കെ വടിച്ച് കയ്യുമൊക്കെ ഇട്ട് വേദവസ്തുവായിട്ട് നമ്മൾ പുള്ളി റവറൻ്റ്. അയ്യോ, അങ്ങനെയൊക്കെ ആകാം. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ആർക്കും വലിയവനാകാനൊക്കത്തില്ല. ഇവരുടെ ഈ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നു, ഇതോ വായിച്ചു വീട്ടിൽ പോയി ചുമ്മാ ഇരിക്കാന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇത് പഠിക്കുന്നില്ലേ? ഇല്ലേ? അതോ എല്ലാം മൂടി പൊതിഞ്ഞ് വൈകിട്ട് വെച്ചിരിക്കുകയാണ്? അല്ല, ഓരോ ചൊല്ലുണ്ട്. ഇല്ലേ? ചൊല്ലില്ലേ? അതിന് ഉണ്ട് ഒരു ചൊല്ലെന്ന് പറഞ്ഞു. ഏതാ? ആ മൈക്കോട്ടെ, പലരും കേൾക്കട്ടെ, അറിയാമെന്നറിയണം. അതൊരു ചൊല്ല. ഇതുപോലെ പല ചൊല്ലുണ്ട്. ഇതെല്ലാം ഇവർ ശീലിക്കുക. ചുമ്മാ ഒന്ന് ഒറ്റ രാത്രി കൊണ്ട് ആ കൺവെൻഷൻ ഉണ്ട്, ഇതുമായിട്ട് വാന്ന് പറഞ്ഞാൽ പുള്ളി ഇതുമായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ പിമ്പിൽ നന്നായിട്ട് അധ്വാനിക്കുക. പാട്ട് പാടുന്ന നിങ്ങൾ പാട്ട് തിട്ടമില്ലേ? ചുമ്മാ വന്നെങ്കിൽ പാട് കാണണം, അക്ഷരമൊക്കെ നോക്കണം, അത് തിട്ടമാക്കണം. മുമ്പേ ഒരു പാട്ടിനൊരു ചെറിയ പശക്ക് വന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നി. അതാ. അപ്പോൾ ഞങ്ങളെ ഉപദേശിമാര് ചുമ്മാ ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറവല് കളസോ വിട്ടുകൊണ്ട് ഇറങ്ങുകയാണോ പുസ്തകമായിട്ട്? അല്ല, പറയുന്ന വിഷയത്തെ പറ്റി ഒരു തിട്ടമുണ്ടായിരിക്കണം. അതിന് വേദപുസ്തകം വായിക്കണം, ഓർമ്മ നിൽക്കുന്നെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കണം. ചില വിശ്വാസികൾ വരെ ഞങ്ങളുടെ പാസ്റ്റർ കുറിപ്പ് വെച്ച് ആ പ്രസംഗിക്കുന്നത്. അയാൾക്ക് വിവരമുണ്ട്, അതുകൊണ്ടാണ്. ഓർത്തില്ലെങ്കിൽ ചെയ്യുന്ന പണി അടുത്ത വാക്യം വായിച്ചാട്ടെ, അടുത്ത വായിച്ചൂപ്പാട് വരികയുള്ളൂ. പുള്ളി ഉദ്ദേശിച്ച് ഇതുവരെ വന്നില്ല, അതായി വായിപ്പിക്കുന്നത്. അവസാനം വിശ്വാസി പറഞ്ഞു തീർന്നു, എന്നാ ഇനി സാക്ഷി പറ. അതേസമയം ഇത് കുറിച്ച് വെക്കുകയാണെങ്കിൽ കൃത്യം പറയാം. ഓർമ്മയില്ലാത്ത ദൈവദാസന്മാര് അത് കുറിച്ച് വെച്ച് ഒരു കുറിപ്പ് കൊണ്ടുവരുന്ന നല്ലതാ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിമ്പിൽ അധ്വാനമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ചുമ്മാതൊന്നും ആരും വലിയവനാക്കത്തില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വിവാഹ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ ഒറ്റ രാത്രി കൊണ്ട് തന്മയത്വത്തോടെ ചെയ്യാനൊക്കത്തില്ല. പല ആവർത്തി ചെയ്ത ശവസംസ്കാരം, വിവാഹ ശുശ്രൂഷ, അങ്ങനെ പല നില, ഇതൊക്കെ പല സന്ദർഭങ്ങളിൽ അത് പഠിച്ചും ധ്യാനിച്ചും അതിനായി സമയം കണ്ടെത്തിയും ഒക്കെയായി ഇങ്ങനെ ആകുന്നത്. ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഒറ്റ ദിവസം കൊണ്ട് വലിയവനായതല്ല. എന്തുകൊണ്ടാണ് യോഹന്നാൻ വലിയവനാകാൻ കാരണം? ഇന്ന് രാത്രി കർത്താവിൽ വലിയരാകാൻ ആർക്കേലും ആഗ്രഹമുണ്ടെങ്കിൽ യോഹന്നാന്റെ പഠനം, ജീവിതം നമുക്കും ഒരു ഗുണമായി തീരട്ടെ. ഞാൻ എപ്പോഴും പറയും, യോഹന്നാൻ വലിയവനാകാനുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം, ധാരാളം കാര്യമുണ്ട്, എല്ലാം പറയാനൊക്കത്തില്ല. ഞാനൊരു 10-15 കൂട്ടം കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്തെ ഇയാൾ 15 പറയാനാണോ ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നെന്ന്? അല്ല, ഇരിപ്പ് കണ്ടിട്ട് 5 എണ്ണം പോലും പറയാൻ
തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കാര്യം കടഞ്ഞെടുത്ത് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ കാരണം? വിൻസി ഒരു വാക്യം വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെടുത്ത് വായിച്ചേ. നമ്മുടെ യോഗം ഇതാണല്ലോ, അതുകൊണ്ട് ഇത് വായിച്ചേ ഒക്കുള്ളൂ. മറ്റു പലതും ചേർത്ത് വായിക്കുക, അവിടെ നിർത്താതെ. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യോഹന്നാൻ സ്നാപകൻ വലിയവനാകാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം യോഹന്നാൻ സ്നാപകൻ സുവിശേഷം അറിയിച്ചു. ആർക്കും ഒരു താല്പര്യമില്ല. അറിയിച്ച് പദം വന്നിരിക്കുക. കുറച്ച് നാൾ അറിയിച്ചേച്ച് പിന്നെ മിണ്ടാതിരിക്കുകയല്ല, മരണം വരെ അറിയിക്കണം. ചില ആൾക്കാർ പറയണം ഞങ്ങൾ ഒത്തിരിയും പ്രവർത്തിച്ചതാ. പിന്നെ കങ്ങഴ, മുണ്ടത്താനം, കുളത്തൂർ മൂഴി പാലം, പൊട്ടുകുളം, ഇടയരിക്കപ്പുഴ. നല്ല കാര്യം. കുറച്ച് നാൾ അറിയിച്ചേച്ച് പിന്നെ ഊമം തെറ്റിയിരിക്കുകയല്ല, മരണം വരെ അറിയിക്കണം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ പ്രധാനപ്പെട്ട കാരണം യോഹന്നാൻ സ്നാപകൻ സുവിശേഷം അറിയിച്ചു. ഒന്നുകൂടെ വായിച്ചോ, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അതാ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ ഒന്നാമത്തതും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ഒന്നും അറിയിച്ചില്ലെങ്കിലും ഞാനും നിങ്ങളും കണ്ണടയുന്നത് വരെ അറിയിക്കേണ്ട കാര്യം സുവിശേഷമാണ്. അതറിയിക്കണം. അത് അറിയിക്കരുതെന്ന് ആരേലും വന്ന് പറഞ്ഞാൽ നമ്മൾ ഉടക്കാനൊന്നും പോകണ്ട, മൈൻഡ് ചെയ്യണ്ട. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറ്റേ മതങ്ങളെയോ സമൂഹങ്ങളെയോ ഒന്നും നമ്മൾ വ്രണപ്പെടുത്തുന്നില്ല. എന്നാൽ പക്ഷേ നമുക്ക് സുവിശേഷം അറിയിക്കാം. പിന്നെ സുവിശേഷം അറിയിക്കുമ്പോൾ ആർക്കേലും വ്രണം പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യാനാ? അതിന് അങ്ങനെ വരാൻ കാര്യം അത് പറയാം. അതെ, അത് പറയുന്നതിന് മുന്നേ ചില കാര്യം എന്തുവാ ഈ സുവിശേഷം? ഇന്നലെയൊക്കെ അത് നന്നായിട്ട് പറഞ്ഞു കാണും. നാളെ വരുന്നവരും പറയും അല്ല ഇതാണല്ലോ പറയേണ്ടത്, വേറെ എന്നാ പറയാൻ? കാവാലത്തെ ചരിത്രം പറഞ്ഞാൽ വല്ലതും കാര്യം നടക്കുമോ? മുണ്ടത്താനത്തെ ചരിത്രം പറഞ്ഞാൽ വല്ലതും രക്ഷപ്പെടുമോ? കുടുംബചരിത്രം പറഞ്ഞാൽ വല്ലതും രക്ഷപ്പെടുമോ? അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് വല്ലതും പറഞ്ഞു രക്ഷപ്പെടാനുള്ള മാർഗമാണ് സുവിശേഷം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല. ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്ന മതം മാറ്റുക. ഇങ്ങോട്ടാരും മതം മാറി വരികയും വേണ്ട, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നുമില്ല. കർവാപസി പോടാ. ഇവിടെ ആരും മതം മാറ്റണ്ട, മതം മാറുകയും വേണ്ട. പക്ഷേ ഈ സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല. ഈ സഭയിൽ ഇരിക്കുന്നവരെ അങ്ങോട്ട്, ആ സഭയിൽ ഇങ്ങോട്ട് അല്ലല്ല. സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല. ആഴ്ച ബോർഡർ മാറ്റി ഇതുണ്ടല്ലോ ബോർഡ്. തലയാഴ്ച നോക്കിയപ്പോൾ IPC, പിറ്റേ ആഴ്ച ചെന്നപ്പോൾ അസംബ്ലീസ് കോഡ്, ഒരു ബോർഡ് തന്നെ. പിന്നെ ചെന്നപ്പോൾ AG. ബോർഡ് മാറ്റുന്നതല്ല, സഭ മാറ്റവുമല്ല, സംഘടന മാറ്റവുമല്ല, മതം മാറ്റവുമല്ല. പിന്നെ എന്തുവാ സുവിശേഷം? നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല. നമ്മൾ 9:30 10 അങ്ങേയറ്റം 10 10:10 നിർത്തുക. ചില ഇടങ്ങളിലൊക്കെ നടന്നേ 11:30 പോസ്റ്റേ കെട്ടിവെച്ചിരിക്കുക. ആർക്കും ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും. ഏനാ നിങ്ങളല്ലേ ഇങ്ങനെ വള്ളം പൊങ്ങിയതുപോലെ ഇരിക്കുന്നത്? യാത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് കേൾക്കുക, ഓരോ പോസ്റ്റേലും ഉണ്ട് കേൾക്കുക. ചില ഇടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ റോഡ് ബ്ലോക്കാ. എല്ലാ ഇടിപിടിയും കൂടെ റോഡിൽ അങ്ങ് ഇറങ്ങിയിരിക്കുക. നമ്മളെ കാണുമ്പോൾ എന്നെ ചിലർക്ക് കണ്ടാൽ അറിയാൻ എപ്പോഴും ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരെ അറിയത്തില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അയ്യോ നമ്മുടെ ആളായിരുന്നല്ലോ എന്ന്. നമ്മൾ പിന്നെ എപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ട് ചിലർക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? അത്യാവശ്യത്തിന് ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റ് കല്യാണത്തിനോ ശവമടക്കിനൊക്കെ പോകുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്.
മിണ്ടാൻ പറ്റുമോ? ഇത് ചില ആൾക്കാർക്ക് കുത്തക കിട്ടിയതായിട്ട് അവരങ്ങ് കൈയടക്കി വെച്ചിരിക്കുക. സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന പ്രവണതയാണ്. ജനപ്രതിനിധികളോടും ഒക്കെ എനിക്ക് അറിയിക്കാനുള്ളത്, എല്ലാവർക്കും വേണ്ട സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യമാണ്. അല്ല, ഒരു വിഭാഗക്കാർക്ക് മാത്രമല്ല, എല്ലാവരും. ഈ മഹാഭാരതത്തിൽ ഇന്ത്യയിലെ നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുക, സമാധാനത്തോടും സന്തോഷത്തോടും അലോക്യമുണ്ടാക്കാതെയും അടിപിടി ഉണ്ടാക്കാതെയും തർക്കം ഉണ്ടാക്കാതെയും കത്തിക്കൊത്തുണ്ടാക്കാതെയും ഒക്കെ സമാധാനത്തോടെ ജീവിക്കണം. ഇതെല്ലാവർക്കും ജീവിക്കണ്ടായോ? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ സ്വൈര്യം കെടുത്തുന്ന മാർഗമല്ല സുവിശേഷം. പിന്നെ എന്തുവാ സുവിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഒന്നുകൂടെ പറയുക, ഇത് പറയണം. ഇതാ ഞാനിപ്പോ എല്ലായിടത്തും പറയുന്നത് അതല്ല, ഇതല്ലേ എല്ലായിടത്തും പറയേണ്ടത്. ഇന്നലെ പാലക്കാടിനപ്പുറം ധോണിയിലായിരുന്നു, ഇത് തന്നെ പറഞ്ഞത്. രാത്രി ചിലര് പറഞ്ഞു നന്നായി, അത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒന്നുകൂടെ ഒരു ബലമായി, ഇത് തന്നെ പറയേണ്ടത്. അപ്പൊ എന്തുവാ സുവിശേഷം? സുവിശേഷം മതം മാറ്റോ സഭമാറ്റോ സംഘടന മാറ്റമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശുക്രിസ്തു. വായിച്ചോ വിൻസി, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. വിൻസി അതെല്ലാം എടുത്തു വെച്ചേക്കാന്നല്ലോ. പാസ്റ്ററുടെ ഭാര്യയാന്നോ മോളാന്നോ അതോ പാട്ടുകാരിയാന്നോ സഭ? രാജേഷ് പാസ്റ്ററുടെ ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, നല്ലതിനെ കിട്ടിയല്ലോ. വായിച്ചോ വിൻസി, വായിത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന. സന്തോഷമില്ലെന്ന് തോന്നുന്നു. എന്നാ വിൻസി ഇങ്ങനെ പുള്ളി അങ്ങ് സങ്കടപ്പെട്ടിരിക്കുക, ഇവളെ കിട്ടിയല്ലോ എന്നാണ്. നല്ല സഹോദരിയാ, ഉണ്ടോ കണ്ട ചടിയടാന്ന് വായിക്കുന്നത്. എന്നിട്ടും പുള്ളിക്ക് അങ്ങോട്ടൊരു എന്നാ വിൻസി വായിരേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം? മതം മാറ്റമല്ല, സംഘടന മാറ്റമല്ല, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല, സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നതല്ല, മറ്റുള്ളവന്റെ പെടലി എടുത്തോണ്ട് വാന്ന് പറയുന്ന മാർഗമല്ല, അവരനെ കുത്തിക്കൊന്നേച്ച് നമ്മുടെ കാര്യങ്ങൾ സ്ഥാപിക്കാം എന്ന് പറഞ്ഞ് പരപ്രേരണയാൽ മറ്റുള്ളവനെ തകർക്കാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. എന്തുവാ സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ചത്തൊടുങ്ങിയ മാർഗമല്ല, ഉയർത്ത മാർഗമാ. പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു, പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ചത്തൊടുങ്ങിയ മാർഗമല്ല, 3-ാം നാൾ ഉയർത്ത മാർഗമാണ്. അതുകൊണ്ടാണ് ഇത് സധൈര്യം മുൻപോട്ട് പോകുന്നത്. ഇവിടെ വന്ന പല ആൾക്കാരും മരിച്ച് മണ്ണോട് മണ്ണായി, ആരും ഉയർത്തില്ല. മിടുക്കന്മാര് ധാരാളം ആൾക്കാര് ഇവിടെ വന്നിട്ടുണ്ട്, ധാരാളം മിടുക്കന്മാര്, ശ്രേഷ്ഠന്മാര്, ഇല്ലയോ? എല്ലാവരും ഇവിടെ വന്ന് മരിച്ച് മണ്ണോട് ചേർന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഉയർത്തത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ എന്തുവാണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു, നസറായനാകുന്ന യേശുക്രിസ്തു. ഒരല്പ വിശദീകരണം കൂടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെഴുത്തിൽ അതിനെ ഒരല്പവും കൂടെ വിശദീകരണം പൗലോസ് തന്നിട്ടുണ്ട്. വായിച്ച് 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, നിർത്തിയില്ല. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാ യേശുക്രിസ്തു. ഇവിടെ വന്ന പല ആൾക്കാരും ജനിച്ചു, ജീവിച്ചു,
മരിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നത് ശുഭം. ആർക്ക്? തോമസ് ദിവംഗതനായി, ശുഭം. നാരായണപിള്ള ദിവംഗതനായി, ശുഭം. അബ്ദുള്ള റഹീം ദിവംഗതനായി, ശുഭം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും മരിച്ചു, ശുഭം. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി എഴുതിക്കുക, യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ച് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. അതാ സുവിശേഷം. ചത്തൊടുങ്ങിയ മാർഗമല്ല, ഉയർത്തുന്നും ജീവിക്കുന്ന മാർഗമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം വിശേഷപ്പെട്ട മരണം, എല്ലാവരുടെയും മരണം പോലെ അല്ല. ഈ മരണം ഒത്തിരി വിശേഷപ്പെട്ട മരണമാണ്, ക്രിസ്തുയേശുവിൻ്റെ തിരുമരണം. 1-2 കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. ഞാനും നിങ്ങളും ഈ ലോകത്തിലേക്ക് വന്നത് ജീവിക്കാനാണ്. അല്ല, എല്ലാവരും ഇവിടെ വന്നത് ജീവിക്കാൻ. നമ്മളെല്ലാം ജീവിക്കാൻ വന്നത്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ജീവിക്കാൻ വന്നതാണ്. ഇപ്പോൾ ചെറിയ ഒരു ഉദാഹരണം, നമ്മൾ കടയിലോ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന വ്യക്തിയുടെ അടുക്കലോ പീടികയിലോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും ഇപ്പം വീട് പണിക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്തും മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കും എന്തോ ആ വില. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ പറയും ഇന്നതാ വില. ഉടനെ നമ്മൾ പറയും ഇച്ചിരി കൂടുതലാണ് കേട്ടോ നമ്മൾ പറയാം. ഉടനെ അദ്ദേഹത്തിന് പറയാം സാറേ ജീവിക്കണ്ടേ? ഓ, നിങ്ങളൊന്നിനും ഇതുവരെ പോയിട്ടില്ല, നല്ല കാര്യം. ചില നമ്മളോട് ചോദിക്കുന്ന സാറേ ജീവിക്കണ്ടേ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാരും ജീവിക്കാൻ വന്നവരാ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശേഷത മരിക്കാൻ വന്നതാ. ഞാൻ നിങ്ങളുമെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നപ്പോൾ ഈ ഭൂമിയിലേക്ക് മരിക്കാൻ വന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. അതാ ഈ മരണത്തിന്റെ വിശേഷത. 1, മരിക്കാൻ വന്നതാ. 2, കൂടെ കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന്. നമ്മളങ്ങനെ കൂടെ കൂടെ ഒന്നും പറയത്തില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേലും നമ്മളെപ്പറ്റി പറയുന്നത് നമുക്കത്ര ഇഷ്ടമല്ല. അതെ, ഇപ്പം അച്ചൻകുച്ചാനോട് രാവിലെ ലാലിമ പറയാ അച്ചായൻ ഇന്ന് മരിക്കും. അങ്ങനെ പറയാം, അയ്യോ എൻ്റെ അച്ചാച്ചാന്ന് പറയുന്നത് തന്നെ 1000 നാവ് അച്ചാച്ചൻ. ഇപ്പോഴും പറഞ്ഞ അച്ചാച്ചൻ അങ്ങോട്ട് പോയത്. അതെ, വലിയ കാര്യമാണ് ഇല്ലേ? അതോ ചുമ്മാ പറയുന്നതേ ഉള്ളൂ? ഓ, ആ ആട്ടിരിക്കുന്നു. അപ്പൊ അച്ചൻകുഞ്ചാൻ രാവിലെ പറയുക ലാലി ഞാൻ മരിക്കാൻ പോവാം. വേറെ ഒരു വർത്താനവും രാവിലെ പറയാനില്ലല്ലേ? ചോദിക്കും. ഇനി ലാലിമാമ നമുക്ക് വേണ്ടപ്പെട്ടതായത് കൊണ്ടാണ് ഇവരെ 2 പേരെ ഉദാഹരണത്തിനെടുക്കുക. നിങ്ങളെ എടുത്തായി പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുവോ? അപ്പൊ രാവിലെ ലാലിമാമ അല്ലെങ്കിൽ പറയുക അച്ചാച്ചാ ഞാൻ ഇന്ന് മരിക്കും. അപ്പൊ പുള്ളി ചോദിക്കും നിനക്ക് വേറെ ഒരു വർത്താനവും രാവിലെ? അപ്പൊ ഈ മരിക്കുന്നെന്ന് പറയുന്നത് പോലും കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും. യോ എനിക്കങ്ങ് മരിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പറയാ ഇന്ന് മരിക്കും. യോ, ആർക്കും ഇഷ്ടമല്ല. മരിക്കുമെന്ന് പറയുന്നതും ഇഷ്ടമല്ല, അത് കേൾക്കുന്നതും ഇഷ്ടമല്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ തിരുമരണത്തിന്റെ പ്രത്യേകത കൂടെ കൂടെ കർത്താവ് പ്രസംഗിക്കുന്ന സമയത്ത് പറയും മരിക്കാൻ പോവുക, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക. ഇങ്ങനെ കൂടെ കൂടെ മരിക്കുമെന്ന് പറഞ്ഞ നേതാവ് എവിടെ ഇരിക്കുന്നു? 1, മരിക്കാനായിട്ട് വന്ന നേതാവ് ആരുണ്ട്? ഇവിടെ ഒത്തിരി പേര് വന്നില്ലേ? ഇല്ലേ? എത്രയോ ശ്രേഷ്ഠന്മാര്. ശ്രീനാരായണ ഗുരു അവർകൾ നല്ല മനുഷ്യനാ. അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ മരിക്കാൻ വന്നതാണ്. നല്ല ആശയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആശയം വളരെ ശ്രേഷ്ഠമല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത് ഈ ബൈബിളിലെ പ്രയോഗം. അദ്ദേഹം ജനിക്കുന്നതിനും എത്രയോ കൊല്ലം മുമ്പ് എഴുതി വച്ചിരിക്കുന്നത് ആ ദൈവം ഒരുവനേ ഉള്ളെന്ന്. അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. നല്ല മനുഷ്യനാ. ഒരു ദൈവം. അദ്ദേഹത്തിൻ്റെ ആശയമൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. കൂടെ പ്രവർത്തിച്ച ആളാ മഹാകവി കുമാരനാശാൻ, എൻ കുമാരനാശാൻ. അതുപോലെ തന്നെ അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, വൈകുണ്ഠസ്വാമികൾ,
അതുപോലെ ചട്ടമ്പി സ്വാമി, NSSന്റെ സ്ഥാപക പ്രമുഖനായ മന്നത്ത് പത്മനാഭൻ അവർകൾ, പൊയ്യയിൽ യോഹന്നാൻ ഉപദേശി, പിന്നെ അത് ശ്രീകുമാര ഗുരുദേവൻ, ആയിക്കോട്ടെ. അങ്ങനെ ഒത്തിരി ധാരാളം പ്രഗത്ഭന്മാര്, സാമുദായിക നേതാക്കളും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ധാരാളം പേര്, EMS അടക്കമുള്ളവര്, ഉമ്മൻചാണ്ടി അവർകള് അടുത്ത കാലത്തല്ലയോ കടന്നു പോയത്, BS അച്യുതാനന്ദൻ, ഇല്ല മരിക്കത്തില്ലെന്നാ, മരിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷേ പാർട്ടി അനുയായികൾ പറയാ ഞങ്ങളിലൂടെ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ വന്ന മിടുക്കന്മാര് ധാരാളം. ഒരൊറ്റമുണ്ടും ഒരു ശരണാന്തലും വടിയുമായിട്ട് ബ്രിട്ടീഷുകാരോട് ആയുധമെടുക്കാതെ അടരാടി ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ യത്നിച്ചവരിൽ പ്രധാന പങ്ക് വഹിച്ചയാള് മഹാത്മജി. രാഷ്ട്രപിതാവ് എന്നുള്ള ബഹുമതി കൊടുത്തു. അദ്ദേഹവും മരിച്ചില്ലയോ? കൂടെ പറഞ്ഞോ മരിക്കുമെന്ന്? ഇല്ല. എന്നാൽ ഇവിടെ വന്ന മിടുക്കന്മാർ ധാരാളമുണ്ട്. മേരി ബെനഞ്ഞ എഴുതിയിരിക്കുന്നത് പോലെ സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ ഇവരെല്ലാവരും ഇവിടെ വന്നു. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല കൂടെ മരിക്കും, ഞാൻ മരിക്കും. യേശുക്രിസ്തു മാത്രമാ. മറ്റുള്ളവർ ചിലപ്പോൾ 1 or 2 പ്രാവശ്യം പറഞ്ഞു കാണും. എന്നാൽ യേശുക്രിസ്തു കൂടെ പറയാറുണ്ട് മനുഷ്യപത്രം മരിക്കാൻ പോവാ. 1 മരിക്കാനായിട്ടാ വന്നത്. 2 കൂടെ പറയുമായിരുന്നു മരിക്കുവന്ന്. 3 എങ്ങനെ മരിക്കുന്നെന്നും യേശു പറഞ്ഞു. ഇവിടെ വന്ന് ആരും പറഞ്ഞിട്ടില്ലേ ഇന്ന വിധത്തിലാ മരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് പറയാമോ? അങ്ങമേ ഞാൻ ഇന്ന വിധത്തിലാ മരിക്കാൻ പോകുന്ന പറയാമോ? ഞാൻ വെള്ളം ഇറങ്ങാതെ ചാകുകൾ. അത് സ്വഭാവം വെച്ച് ചിലപ്പോൾ പറയുന്നതായിരിക്കും. കാരണം അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്ത നീയും തദൈവ. നിനക്കൊരു ചെറിയ ചിന്തയുണ്ട്, മിക്കവാറും ഇത് തന്നെ ആയിരിക്കും. അത് പറഞ്ഞോ, കുഴപ്പമില്ല. യേശുക്രിസ്തു കൂടെ പറഞ്ഞു ഞാൻ ഇന്ന വിധത്തിലാ മരിക്കാൻ പോകുന്നത്. മാത്രമല്ല തന്നെ കൊല്ലാൻ മുൻകൈ എടുക്കുന്നവരാരാന്നും പറഞ്ഞു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അനുസാരികളും അന്നത്തെ മത നേതാക്കന്മാരും ഗവൺമെന്റും എല്ലാം തനിക്ക് വിരോധമായി വരും. തന്നെ പിടിക്കും, അടിക്കും, തുപ്പും, തല്ലും, ഉപദ്രവിക്കും. ഇതെല്ലാം യേശു പറഞ്ഞു. അതാ ഈ മരണത്തിന്റെ വിശേഷത. നമുക്ക് അങ്ങനെ വല്ലതും പറയാമോ? ഞാൻ ഇന്ന വിധത്തിലാണ് മരിക്കുന്നത്, ഇന്നയാൾ എന്നെ കുത്തിക്കൊല്ലും, അല്ലെ തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ എന്നെ ചുട്ടുകൊല്ലും, അല്ലെ ഇന്ന വിധത്തിലാ. അടുത്ത സമയത്തല്ലയോ ഒരു പ്രഗത്ഭനായ നേതാവ് വിമാനാപകടത്തിൽ മരിച്ചത്. പുള്ളി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞോ ഞാൻ ഇന്നതുപോലെ മരിക്കുന്നെന്ന്? ഇല്ല. ഒരു ബിസിനസ്സുകാരനല്ലയോ കഴിഞ്ഞ ദിവസം മരിച്ചത്? വെടിവെച്ച് തന്നെ വെടിവെച്ച് മരിച്ചു. അദ്ദേഹം പറഞ്ഞോ ഞാൻ വെടിവെച്ച് മരിക്കുകയാണെന്ന് നേരത്തെ വല്ലതും പറഞ്ഞോ? ആർക്ക്? ഭാര്യയോട് പറഞ്ഞോ? പിള്ളേരോട് പറഞ്ഞോ? ഇല്ല. അങ്ങ് പോകുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല എങ്ങനെയാ മരിക്കുന്നെന്ന്. എന്നാൽ യേശുക്രിസ്തുവിനറിയാം എങ്ങനെയാ മരിക്കുന്നെന്ന്. ഇന്ന വിധത്തിലാ മരിക്കുന്നത്. മാത്രമാണോ എവിടെ വെച്ചാ മരിക്കുന്നെന്നും പറഞ്ഞു. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുക, എവിടെ വെച്ച് മരിക്കുമെന്ന് തീർത്തൊന്ന് പറയാം. മെഡിക്കൽ കോളേജിലാണോ, ജില്ലയിലാണോ, അതോ പെരക്കകത്ത് കിടന്നാന്നോ, ഓട്ടോയ്ക്കകത്തിരുന്നാന്നോ, വണ്ടിക്കകത്തിരുന്നാന്നോ, അതോ ഇപ്പോൾ കോട്ട് വായിടുമ്പോൾ? ആർക്കും ഒന്നും പറയാനോ? ഇരിപ്പ് കണ്ടിട്ട് മിക്കവാറും കോട്ട് വായിക്ക് തീരാനുള്ളതേ ഉള്ളൂ. ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇത് പറയാനൊക്കത്തില്ല ഇന്ന വിധത്തിലാ മരിക്കുന്നെന്ന്. എന്നാൽ യേശുക്രിസ്തു അത് പറഞ്ഞു. ഇന്ന വിധത്തിലാ മരിക്കുന്നത്. എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു? യെരൂശലേമിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം മരണത്തിൻ്റെ വിശേഷതയാ പറയുന്നത്. 1 മരിക്കാനായിട്ടാ വന്നെ. 2 കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന്. 3 ഏത് വിധത്തിൽ മരിക്കുമെന്നും അവിടുന്ന് പറഞ്ഞു. 4 എവിടെ വെച്ചാ മരിക്കുന്നെന്നും പറഞ്ഞു. 5 ആരായി മരണത്തിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നെന്നും യേശു പറഞ്ഞു. 6 കർത്താവ് മരണത്തെപ്പറ്റി പറഞ്ഞെടുത്തെല്ലാം നിർത്താതെ ചേർത്ത് പറഞ്ഞു മരിക്കും, 3-ാം ദിവസം ഉയർക്കും. പറഞ്ഞെടുത്തെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ ഇന്ന വിധത്തിലാ മരിക്കുന്നത് പറഞ്ഞ് നിർത്തിയിട്ടില്ല. മരിക്കും, അല്ലെങ്കിൽ ക്രൂശിക്കും, കൊല്ലും, ചേർത്ത് പറഞ്ഞു 3-ാം ദിവസം ഉയർക്കും.
ഇതുപോലെ പറഞ്ഞ ഒരു നേതാവുമില്ല, ഒരു മതപണ്ഡിതനുമില്ല, ഒരു സാമുദായിക നേതാവുമില്ല, ഒരു ഭരണ പരിഷ്കർത്താക്കളുമില്ല, ഒരു ചരിത്ര പുരുഷനുമില്ല, ഒരു വ്യക്തി പോലുമില്ല. ആകെ ഒരു വ്യക്തി പ്രഭാവം, അത് നസറയനാകുന്ന യേശു ക്രിസ്തു മാത്രം. അതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അതാ സുവിശേഷം. കല്ലറ തുറന്ന് വൻ വൈരിയെ തകർത്ത്, കല്ലറ തുറന്നു വൻ വൈരിയെ തകർത്ത്, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു, നിരന്തരം വന്ദനം ചെയ്തിടുന്നു, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുന്നു. രാജിതമകസേറ്റും മാമനുസൂദനെ, രാജിതമകസേറ്റും മാമനുസൂദനെ, രാജസ്വമാനിതനെ, രാജസ്വമാനിതനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടും, നിരന്തരം വന്ദനം ചെയ്തിടുവീ, ശ്രീയേശുവേ വന്ദനം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ മരണത്തിനൊത്തൊരു വിശേഷതയാണ്. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച് ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ട്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. അതാ സുവിശേഷം. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, ഉയർപ്പ്, അതാ സുവിശേഷം. അല്ലാതെ സുവിശേഷം മതം മാറ്റവും സഭ മാറ്റവും ഒന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. ഇതാ സുവിശേഷം. ഇതാ ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ നീ ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ കൂടെ കൂടി നോക്ക്, അങ്ങനെയൊന്നുമല്ല. ഇതങ്ങ് പറയുക. ഇത് പറയുമ്പോൾ ഇത് നന്നാന്ന് തോന്നിയാ നീ വാ, അത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ഇതാ. ഈ സുവിശേഷം യോഹന്നാൻ സ്നാപകൻ ജനത്തോട് അറിയിച്ചു. അതാ 3:18. വായിച്ചേ. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്തുവാ? യേശുക്രിസ്തുവിന്റെ ജനനവും ആമേൻ മരണവും അടക്കവും ഉയർപ്പും. ഇതാ സുവിശേഷം. 1-2 കാര്യം കൂടെ അവിടെ നിന്ന് പറഞ്ഞു അടുത്ത ഭാഗത്തോട്ട് വീണ്ടും വരാം. ഒത്തിരി കാര്യമുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരിയുണ്ട്. സുവിശേഷത്തിന് വിശേഷതയുണ്ട്. അതിലെ ഒന്നാമത്തെ വിശേഷത, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ബിൻസി, റോമാലേഖനം 1:16 വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. കാരണം മനസ്സിലാകണമല്ലോ. ഈ ചിലർക്ക് മനസ്സിലാകാത്തതായി ഈ പ്രശ്നം ഉണ്ടാകും. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇത് സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാ. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്യ പറയട്ടെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാരെ മാത്രം രക്ഷിക്കുന്ന മാർഗമല്ല, സകല മനുഷ്യനെ. ഇവിടുത്തെ പല മാർഗങ്ങളും ഓരോ സംഘടനക്കാർക്കും അല്ലെങ്കിൽ സമൂഹക്കാർക്കും ആ രക്ഷ. അതെ, അയ്യോ അത് അവര് ചെയ്യേണ്ടത്, ഇതോ അതവര് മറ്റ് അല്ല. മിക്ക സഭകളും എടുത്ത് എല്ലാം തണ്ടിയും തരുമൊക്കെ തിരിഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ സുവിശേഷത്തിന്റെ വിശേഷത എല്ലാവരെയും രക്ഷിക്കുന്നതാണ്. നിന്റെ ജാതിയോ മതമോ കുലമോ നിലവാരമോ, നിന്റെ സാമ്പത്തിക ഭദ്രതയോ, കറുത്തതോ വെളുത്തതോ, പണ്ഡിതനോ പാപനനോ കുചേലനോ കുബേരനോ, കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ, മിടുക്കനോ മിടുക്ക് കുറഞ്ഞവനോ, നിലവാരമുള്ളവനോ നിലവാരമില്ലാത്തവനോ, ഇതൊന്നും സുവിശേഷത്തിന് വിഷയമല്ല. സുവിശേഷം സകല മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി സ്നേഹിത, നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം.
നിന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. നിന്റെ ജീവിതത്തെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. സുവിശേഷം സകല മനുഷ്യരെയും രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ രക്ഷ കൈവരിക്കാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. ഏതാ രക്ഷിക്കപ്പെടാനേ? ദൈവത്തിന് ഇതൊന്നും നിന്റെ അരി വേണ്ട, തുണി വേണ്ട. മുമ്പേ പറഞ്ഞ പോലെ അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, ഗിണിയും വേണ്ട, ഏത്തക്കൊല വേണ്ട, പൂവൻകൊല വേണ്ട, താറാവ് വേണ്ട, കോഴി വേണ്ട, ആട് വേണ്ട, വാട് വേണ്ട, കാട് വേണ്ട. ആടും മാടും കാടും ഒന്നും വേണ്ടെന്നേ. ഓ, പൂവൻകോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട. അതിനാ പുള്ളി എന്നാ പൊരുന്നേക്കിരിക്കാൻ പോവാന്നോ? പടക്കോഴി മുട്ട കിട്ടേച്ചേ. എടാ, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ചെല്ലു പറഞ്ഞ ഞാൻ ദൈവത്തിന് 5 സെന്റ് കൊടുത്തെന്ന്, പിന്നെ വലിയ കേസായി പോയി. ദൈവം പുറമ്പോക്കി കിടക്കുക. നിന്റെ 5 സെന്റ് കിട്ടിയിട്ട് വേണം ഒരു കൂനാച്ച് വെച്ച് ദൈവത്തിന് അതിനകത്ത് ഊളം വർത്താനം പറയാതെ. ഇവൻ 5 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്തേച്ച് പിന്നെ അവൻ സഭയുടെ ശീലാന്തി കയറിയിരിക്കുക. അവനാ പിന്നെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പാസ്റ്ററെ ഇത്രയും മതി, ആട്ടെ നേരത്തെ നടത്താം, ഇച്ചിരി കൂടെ എടുത്തോ, എന്നെയൊക്കെ. ദൈവത്തിന് നിന്റെ വസ്തു വേണ്ട, നിന്റെ പണമൊന്നും ദൈവത്തിന് വേണ്ട, ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്റെ കയ്യിൽ ഒന്നും കാണുകയല്ല, അത് മതി. അല്ല, കൈ വല്ലതും കൊണ്ടുവന്ന് അവിടേക്ക് പോവും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉളവാക്കിയ ദൈവത്തിനാ നീ ഏതാണ്ടുമായിട്ട് അങ്ങോട്ട്. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാകട്ടെ, എല്ലാം ഉണ്ടായി. 5 ദിവസം കൊണ്ട് ഭൂചര ഗേചര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചെന്ന് ഒറ്റ വാക്കിൽ. അന്നേരം നമ്മൾ 2 പെടക്കോഴിയായിട്ട് ദൈവത്തിന്. പിന്നെ മന്നവൻ വാക്ക് മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു. ആകാശത്തവൻ വിണ്ണവൻ നമുക്കവൻ തന്നു. പൂജന്റെ പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല തോയചരങ്ങളും അപ്പൊഴുതേ കുടനായി. നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ല വനങ്ങൾ അപകന്ത മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദീനമാറി ദൂരത്തിൽ. അപ്പൊ ശ്രദ്ധിച്ചാൽ ആടാ നേരമില്ല, അതുകൊണ്ടാണ് എല്ലാം കൂടെ പറഞ്ഞു വെക്കണ്ടേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ചവനാ ദൈവം. ദൈവത്തിന്റെ അടുക്കൽ രക്ഷിക്കപ്പെടാൻ നീ ഒന്നും കൊണ്ടുവരണ്ടെന്നായി പറഞ്ഞത്. എവിടെ പോകുന്നു? ദൈവത്തിന് ഒരാടിനെ കൊടുക്കാൻ. പിന്നെ പൊട്ടാ ആട് ഉണ്ടാകട്ടെ വെച്ചപ്പോ ആടിന്റെ അയ്യരുകളിയാ കാട്ടില്, കാട്ടാട്. മൂന്നാറിലൊക്കെ ഒരിക്കൽ ഞാൻ പോയതാ ഒരു യോഗത്തിന്. നമ്മുടെ മൂന്നാറിനപ്പുറം ഇപ്പം എന്നോട് പറഞ്ഞു ഇവിടെ വരയാടുകൾ. അയ്യോ, മല മുഴുവൻ വരയാട. അന്നേരം നീ കറക്കാൻ സമ്മതിക്കാതെ ഇടഞ്ഞ ഒരാടുമായിട്ട് പോവുക. ആടിങ്ങനെ നിൽക്കുക. നമ്മളതിനെ മലിച്ചോണ്ട് പാടാ ദൈവത്തിന് കൊടുക്കാൻ വരികയല്ല. ആട് ഞാൻ വരികയിലേ എന്നും പറഞ്ഞ് ആട് നിൽക്കുക. നിന്റെ ബെടലത്തരവല്ല എന്ന് നിർത്തുവെന്നുള്ളതാണ്. ആപ്പച്ചാ നിന്റെ ആടും വേണ്ട, മേരിക്കുട്ടി നിന്റെ കോഴിയും വേണ്ട, അങ്കച്ചാ നിന്റെ എണ്ണയും വേണ്ട, വേക്കുട്ടിയുടെ മെഴുകുതിരിയും ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇതൊന്നും നിന്റെ വസ്തുവും വേണ്ട ദൈവത്തിന്. എന്നാൽ ഞാൻ ഗതികെട്ടാപ്രാതമായിട്ട് കിടക്കുകയല്ലേ ദൈവം. നിന്റെ 2 സെന്റ് കിട്ടിയിട്ട് വേണം പുള്ളിക്ക് എവിടെയെങ്കിലും വന്ന് പമ്മി. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാ
തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ചേർന്ന് പാട്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഇന്ന് രാത്രിയിൽ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ യേശു ക്രിസ്തു. അതാ സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന്റെ ഒത്തിരി പറയാനുണ്ട്. ഒന്നാമത്തെ വിശേഷത, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഒരു ഭൗതിക വസ്തുവും കൊണ്ട് കൊടുക്കണ്ട. ആ കേൾക്കുന്ന ഇടത്തിരുന്ന്, ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിലൊന്നും തരാനില്ല, എന്നാൽ ഇന്ന് രാത്രി എന്നെ അവിടത്തേക്ക് തരിക. എൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും എന്നോട് ക്ഷമിച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം. എൻ്റെ പാപങ്ങളെ അവിടുന്ന് മോചിക്കണം. എന്നെ ഉപേക്ഷിക്കരുത്. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെ എല്ലാം യേശു രക്ഷിക്കും. രക്ഷിക്കാൻ കഴിവുള്ളവനാ ദൈവത്തിന് മഹത്വം. കഴിവില്ലാത്തവനോട് പറഞ്ഞിട്ട് തന്നെ എടുക്കാനാ? കഴിവുള്ളവനാ. അതിനാ കഴിവ്? എന്തൊക്കെ കഴിവായി? കാണുന്ന മുഴുവത്തെ സൃഷ്ടിച്ചവനല്ലേ. വിൻസി, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11 വായിച്ചേ. കഴിവുണ്ടോ ഇല്ലയോ എന്നറിയാനാ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവെടുത്ത് 5-ന്റെ നേരെ മേളിൽ കിടപ്പുണ്ട്. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും. മതി, ഇതെല്ലാം സൃഷ്ടിച്ചവനാ, അതുകൊണ്ടാ കഴിവുണ്ടെന്ന് പറഞ്ഞ്. കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനാ. കഴിവുണ്ട്. മാത്രമാണ് സൃഷ്ടിച്ചവൻ തന്നെ നാന്നോ, ജയിച്ചവനുമാ. വായിച്ചേ വിൻസി, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്തൊന്ന് വായിച്ചേ. അത് തന്നെ ഞാൻ ചൂണ്ടിയിടം ഇവിടം വായിച്ചേ. ഇവിടം മുതൽ വായിച്ചേ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു. അതന്നെ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അതുകൊണ്ടാണ് രക്ഷിക്കുമെന്ന് പറഞ്ഞത്. 1, സകലത്തെ സൃഷ്ടിച്ചവനാ. 2, ആരാധനയ്ക്ക് യോഗ്യനാ. സകല എണ്ണവും കവിണ്ണ് വീണു. ഇനി 3-ാം വാക്യം വായിച്ച് 5-ന്റെ 3. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അടുത്തത്, പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, കരയണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചു. അപ്പോൾ അവൻ രക്ഷിക്കാൻ കഴിവുള്ളവനെന്ന് പറയാൻ കാര്യം അവിടുന്ന് ജയിച്ചവനാ. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ഇവിടെ വന്ന സകല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ ജയിച്ചു, എല്ലാത്തിലും ജയിച്ചിട്ടില്ല. സകല ആൾക്കാരും പലതിലും ജയിച്ച് ഒടുവിൽ മരണം വന്നപ്പോൾ പരാജയപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശേഷത, പ്രേമമടിക്കുക നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് പ്രേമത്തെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. അതുകൊണ്ടാ പറഞ്ഞത് അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം രക്ഷകനേശു വഴിയേ. വരുവീൻ, നല്ല സമയം വൃഥാവാക്കാതെ നിന്റെ യേശു വിളിച്ചിടുന്നു. വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത.
സുവിശേഷത്തിന്റെ വിശേഷത ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിക്കും. ആ രക്ഷാനിർണയം പ്രാപിച്ചവരായി ഇതിനകത്തിരിക്കുന്നവര്. ഇന്ന് രാത്രി ആ രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട. നിന്നെയും ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, തിരുമുൽക്കാഴ്ചയായിട്ട് ഒന്നും കൊണ്ടുവെക്കണ്ട, ഒന്നും കൊടുക്കണ്ട. മുമ്പേ പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആർക്കും വരാം. അമ്മയ്ക്കും വരാം, അമ്മാമ്മയ്ക്കും വരാം, പൊന്നമ്മയ്ക്കും വരാം, പൊടിയമ്മയ്ക്കും വരാം, പൊന്നച്ഛനും വരാം, പൊടിയച്ഛനും വരാം, എല്ലാവർക്കും വരാം. ഞാൻ പൊന്നമ്മ മാത്രം അങ്ങോട്ട് ചെല്ലുവോളൂ, അല്ലല്ല, പൊടിയമ്മയ്ക്കും വരാം. തങ്കമ്മയ്ക്കും വരാം, മേരിക്കുട്ടിക്കും വരാം, തുളസിക്കും വരാം, സരസമ്മയ്ക്കും വരാം. യേശുവിൻ്റെ അടുക്കലേ ശ്രീധരനും വരാം, അബ്ദുള്ളയ്ക്കും വരാം, തോമാച്ചനും വരാം, തങ്കച്ചനും വരാം. എല്ലാവർക്കും യേശുവിൻ്റെ അടുക്ക വരാം. മനസ്സിലായി കാണും. അല്ല, മനസ്സിലാകണം, മനസ്സിലാക്കാനായി പറയുന്നത്. എല്ലാവർക്കും വരാം. മറ്റിടങ്ങളിലൊന്നും എല്ലാവർക്കും ഒന്നും എല്ലാ സമയത്തും ഒന്നും ചെല്ലാനും പറ്റത്തില്ല. നമ്മൾ അഥവാചൻ അല്ല, അതിന് തന്നെ വിലക്കി വെച്ചിരിക്കുക. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം. കനാന്യ സ്ത്രീ വന്നു. പണ്ടൊരാൾ വായിച്ചു കന്യാസ്ത്രീ വന്നത്. അല്ല, കന്യാസ്ത്രീക്കും വരാം. വേറൊരാൾ വായിച്ചു കനാനായ സ്ത്രീ വന്നത്. അല്ല, അവർക്കും വരാം. യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം. സ്ത്രീക്കും വരാം, പുരുഷനും വരാം, ചെറുപ്പക്കാരനും വരാം, ചെറുപ്പക്കാരിക്കും വരാം, ആർക്കും വരാം. എത്രയോ സഹോദരിമാരുണ്ടായിരുന്നു ശുശ്രൂഷാ സമയങ്ങളിൽ, ഇല്ലേ? മറിയ ഉണ്ടായിരുന്നു, മറ്റേ മറിയ ഉണ്ടായിരുന്നു, സൂസന്ന ഉണ്ടായിരുന്നു, ശലോമ ഉണ്ടായിരുന്നു, യോഹന്നായ ഉണ്ടായിരുന്നു, പിന്നെ ഇഷ്ടം പോലെ. ഒരിക്കൽ യേശു ഒരു സഹോദരിയൊക്കെ ചെന്നു പനിച്ച് കിടക്കുക. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, തളയാന്നോർത്ത് വന്നില്ല. അങ്ങോട്ട് ചെന്ന് തൊട്ടു, തലയുടെ പനിയും മാറി. അല്ലാതെ യേശു പനിച്ച് കിടന്നില്ല. അയ്യോ പനിയാന്നാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, പനിയെല്ലാം മാറി കുളി കഴിഞ്ഞേച്ച് തള്ളയോട് പറ ഇങ്ങോട്ടൊന്ന് അടിച്ച് തനിച്ച് കുളിച്ചേച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറ, അന്നേരം ഞാൻ വേണേ. അങ്ങനെയൊന്നും അല്ല യേശു പറഞ്ഞത്. പനിച്ച് തള്ള കിടക്കുക, അങ്ങോട്ട് ചെന്നു തൊട്ടു, അവൾക്ക് പനി വിട്ടു, കർത്താവ് തൊട്ടു, പനി വിട്ടു, അവൾ പെട്ടെന്ന് എഴുന്നേറ്റു, ശുശ്രൂഷ ചെയ്തെന്ന. അല്ല, തള്ളയെ തൊട്ടെന്നും പറഞ്ഞ് പനിച്ച് കിടക്കുകയല്ലായിരുന്നു ഒരാഴ്ച. എന്നാ പറ്റി യേശു തള്ളയ്ക്ക് പ്രാർത്ഥിച്ചതാ, തിരിച്ചടിച്ചതാന്നാ. നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ തിരിച്ചടിക്കുന്ന നീ പോകാതിരിക്കുന്ന നല്ലത്. ഇത് തിരിച്ചടിയുടെ മാർഗമൊന്നുമല്ല. ഒരിക്കലേ രക്തസ്രവക്കാരി ഒരു സ്ത്രീ തൊട്ടു, അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതാ യേശു. അപ്പോൾ ആർക്കും യേശുവിന്റെ അടുക്കൽ വരാം. അല്ലെ, വേട്ടമല്ല ഒരു പാട്ട് പാടിയില്ലേ, ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ഭരണകൂടങ്ങളെ തകർത്തുടച്ചിടുന്ന ഭരണമ പുതുതാക്കും. രാജാതിരാജൻ സ്ത്രീയെ സുരക്ഷകൻ നീതിയായി ഭരണം ചെയ്യും. ഈ സംഗതി പാരിലില്ല, ഈ ശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഈ സംഗതി പാരിലില്ല, ഈ ശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം വിശാലമിനനുഭവമാണ്. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗത്തെ ഏറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗത്തെ ഏറ്റെടുക്കും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അപ്പൊ ശ്രദ്ധിക്കുക,
ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. നിന്നെ രക്ഷിക്കും യേശു. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കരുത്. എടാ, സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. ഇതിനകത്ത് ഇരിക്കുന്നവന് വിശ്വാസമില്ല, പിന്നെ ഊമം തെറ്റിയിരിക്കുന്നതൊക്കെ. വിൻസി, ഞാൻ വാക്യം മറന്നു. ഉപദേശിമാർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കുക എവിടാന്ന്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന്. വായിച്ചേ 17:26 അപ്പോസ്തല പ്രവൃത്തി. കടിച്ചവൻ തന്നെ വിഷമെടുക്കാം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. നീ മനുഷ്യനാണെങ്കിൽ ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ചിലത് പിന്നെ മനുഷ്യനല്ലല്ലോ, മൃഗവാ. 2 കൈയും കാലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളു. പണ്ട് എനിക്ക് തോന്നുന്നത് എസ് രാധാകൃഷ്ണൻ അവർകൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നല്ലോ. അല്ലേ ചോദിച്ചാ? സർവേപ്പള്ളി എസ് രാധാകൃഷ്ണൻ പ്രഗത്ഭനായ മനുഷ്യനാണ്. ഏതാണ്ട് 28ഓളം ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പല ആൾക്കാരും നോട്ടീസിൽ ഡോ വെക്കുന്നുണ്ട്, എല്ലാം കാശ് കൊടുത്ത് മേടിച്ചത്. $50 ഡോ. പല ഡോയ്ക്കും പുസ്തകക്രമം പോലും അറിയാൻ മേല. ഡോയാ ആട്ടെ. അദ്ദേഹം ഉന്നതനായ മനുഷ്യനാ, സർവേപ്പള്ളി. അദ്ദേഹത്തിന്റെ 1 മണിക്കൂറത്തെ ക്ലാസ് കേൾക്കാൻ ലോകത്തിലെ ഉന്നതന്മാർ അന്നത്തെ കാലത്ത് വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. അത്രയ്ക്ക് ഉന്നതനായ മനുഷ്യൻ എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി. ആ മഹാനായ മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ മൃഗവുമായിട്ട് തുലനം ചെയ്യരുതെന്ന്. നമ്മൾ പറയത്തില്ലോ അവനൊരു മൃഗമാ. അപ്പൊ പുള്ളി പറഞ്ഞു അങ്ങനെ പറയരുത്. അതിന്റെ കാര്യം പറഞ്ഞു, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകുമെന്ന്. അതാ മനുഷ്യനെ കന്നുകാലിയോട് തുലനപ്പെടുത്തരുത്, മൃഗത്തോട് തുലനപ്പെടുത്തരുത്. കാരണം മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ്, മൃഗത്തിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ടില്ലേ? ഉണ്ട്. 5 മാസം കഴിഞ്ഞും വീട്ടിൽ നിന്ന് പോയിച്ച് തിരിച്ചു വന്നേ പട്ടി വാലാട്ടി നിൽക്കുകയല്ലേ, യജമാനെ സ്നേഹം ഇല്ലേ? ഒരാഴ്ച താമസിച്ച് ഭർത്താവ് വന്നാണ്, വരുന്നുണ്ട് എങ്ങാണ്ടല്ല ആട്ടെ ഓക്കെ, നിന്നേക്കാളും നല്ലതാ തങ്കമ്മേ പട്ടി. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ആ നായിക്ക് എന്തോ ഒരു സ്നേഹമായില്ലേ? മൃഗത്തിന് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ഉദാഹരണം കൂടെ, ഈ നീതിസാരത്തിലൊക്കെ നായിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നാ. അതിലൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ നായിക്ക് 1 കഷണം ഇറച്ചി കൊടുത്താലും 10 കഷണം കൊടുത്താലും നന്ദിയാണ് ഇല്ലേ? അതെ. പട്ടിയെ വളർത്തിയിട്ടുള്ളവരും വളർത്തുന്നവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് 1 കഷണം ഇറച്ചിയെ കൊടുത്തോളൂ, അത് കഴിച്ചു വെച്ച് പാലുമൊക്കെ ആട്ടി യജമാന സ്നേഹം. 5 കഷണം കൊടുത്താലും നന്ദിയാണ്. നമുക്കോ 1 കഷണം മാസ്യോത്തിന് മീൻ തന്നു, അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ കഴിച്ചോ? ആ കഴിച്ചു. കിട്ടിയില്ലേ? കിട്ടി. തന്നില്ല. എന്തിനാ ഇങ്ങനെ തരുന്നേ? ഉണ്ടോ? ആ യോഗവും കലക്കി പോകുന്ന വഴി മുഴുവൻ പ്രശ്നമുണ്ടാക്കിയ അതാ സർവേപ്പള്ളി പറഞ്ഞത്, മനുഷ്യനെ മൃഗത്തോട് തുലനപ്പെടുത്തരുത്, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകും. അതെ. ഉദാഹരണം, പശുവിനെ വളർത്തുന്നവരൊക്കെ ഇവിടെ ഉണ്ട്, നേരത്തെ വളർത്തിയവരുമുണ്ട്.
പശുവിനെ ഒരു പറമ്പിൽ കെട്ടി അല്ലെ അങ്ങോട്ട് മാറ്റി കെട്ടി അല്ലെ കണ്ടത്തിലോട്ട് അഴിച്ചു വിട്ടു. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് അതിലെ ഒന്ന് പോയ ഉടനെ നിങ്ങളെ നോക്കാം, അമ്മാന്ന് കരയല്ലേ. ഉടനെ ചില വരുന്നടി ഞാനവിടെ പീടിയെ പോയിച്ച് വരട്ടെ ഇല്ലേ? അതേസമയം നമ്മുടെ കൊച്ചുങ്ങൾ ആ കലിങ്കലിക്കുക, നമ്മളിലും വരുന്നുണ്ട് പൊക്കോ പോയോ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ടോ ഇല്ല ഉണ്ടാ നടക്കുന്ന കാര്യമാണ്. അതാ പറഞ്ഞ മൃഗത്തിന് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ വാക്യം മറന്നുപോയി. കുറുനരി കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ ഉപദേശമാര് പെട്ടെന്ന് എടുത്തേ, എല്ലാം വെറുതെ ഇരിക്കുകയല്ലയോ. വാക്യം ഞാൻ അങ്ങ് മറന്നുപോയി. വിലാപങ്ങളുടെ പുസ്തകത്തിലാണ്, എവിടാന്ന് ഞാൻ ഓർക്കുന്നില്ല. എടുത്തവരൊന്ന് പെട്ടെന്ന് വായിച്ചേ. മിടുക്കി. അമ്മേ എത്രാം വാക്യം അമ്മേ? അമ്മ ഇഞ്ഞ് വന്നേ, ഇങ്ങോട്ട് വന്നേ, എല്ലാവരും ഒന്ന് കാണട്ടെ. പിന്നെ ഞാൻ മറന്നുപോയ വാക്യം ഷടയെന്ന് വായിച്ചത്. ഇങ്ങോട്ട് വരാം, അല്ല ഇങ്ങോട്ട് വാ. അമ്മയെന്ന് വിളിച്ചിട്ട് അനുസരിക്കുകയല്ല, വാ. ഈ അമ്മേനെ ഒന്ന് കാണിക്കണ്ട, പറഞ്ഞോട്ടെ, ഇങ്ങോട്ട് നീങ്ങി. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ചമ്മേ. കുരുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. അമ്മ പോയിരിക്കമ്മേ, ദൈവം അനുഗ്രഹിക്കട്ടെ. കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ പാല് കുടിപ്പിക്കുന്നു അല്ലേ? നീ രണ്ടെണ്ണത്തിന് പെറ്റിട്ടല്ലോ, ഇട്ടേച്ചുടനെ കാശുണ്ടാക്കാൻ പോയി. അമ്മായി അമ്മയുടെ കയ്യിലല്ലേ, അമ്മയുടെ കയ്യിൽ തള്ള കന്നിൻ്റെ പാല് തിളപ്പിച്ച് 5-6 കുപ്പി നിപ്പിളും കൊച്ചിന് സഭായത്തിന് വരുന്നത് 7 കുപ്പി പാലും ഒരു കൊച്ചുങ്ങളെല്ലാം അത് കുന്തമെല്ലാം കൂടെ അടിച്ച് കയറ്റി വലിയ ഈ ടെമ്പോലോറിക്കകത്ത് വരുന്നത് പോലെ ഈ വെക്കേണ്ടതല്ല. തമാശ അല്ല പറഞ്ഞ്. എന്തിയാ കൊച്ചിൻ്റെ തള്ള? അവള് പോയിരിക്കുക. പോകരുതെന്നല്ല പറഞ്ഞേ, അതിന് മുലപ്പാലെങ്കിലും കൊടുക്കുന്ന സമയം വേണ്ടേ? കുറുനരികള് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുല കാണിച്ച് മുലപ്പാല് കൊടുക്കുന്നു. ആർത്തിയും ആഗ്രഹവും അത്യാർത്തിയും കണ്ട് ആഗ്രഹിച്ച് നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് പോലും മുലപ്പാല് കൊടുക്കാത്ത പലരുണ്ട്. അതാ സർവേപ്പള്ളി ഇത് വായിച്ചിട്ടാണോ എന്നറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ മൃഗത്തോട് തുലനപ്പെടുത്തരുത്, മൃഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് പോവും. അത് നമുക്ക് നമ്മുടെ വിഷയത്തിൽ മടങ്ങി വരാം. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി പറയും. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. അതിന് 5 പൈസ കൊടുക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 2 എന്താ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഒരു വിശേഷത? എല്ലാം പറയാൻ നേരമില്ല. വായിച്ചേ സുവിശേഷത്തിന്റെ വിശേഷത. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 മൈക്ക് കൂടെ വായിച്ചു. എഫേസ്യർ 6:14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. അപ്പോൾ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെല്ലാം സമാധാനമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിലോട്ട് ഈ മൈക്ക് കൊടുത്താൽ പറയും, ഒരു കാലത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആശ്വാസമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി നടന്നവരാ ഞങ്ങളിൽ പലരും. ജീവിതം ഒടുക്കാം, ആത്മഹത്യ ചെയ്യാം, വിഷം കഴിക്കാം, അല്ലെങ്കിൽ റെയിൽവേ പാളത്തിൽ തലവെക്കാം, കണ്ടിച്ചാടിച്ചാകാം, അല്ലെങ്കിൽ നാട് വിടാൻ, ജീവിതം ഒടുക്കാം എന്നൊക്കെ ചിന്തിച്ച് സമാധാനമില്ലാതെ, ശാന്തതയില്ലാതെ, സ്വസ്ഥതയില്ലാതെ നെട്ടോട്ടമോടി എവിടെല്ലാം പോയി
ഈ സമാധാനം കിട്ടാൻ തീർത്ഥയാത്രകളും തീർത്ഥാടനങ്ങളും ഒക്കെ നടത്തിയവരുണ്ട്. എന്തെല്ലാം കർമ്മകാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും ഒരു സമാധാനം കിട്ടാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട അനേകരുണ്ടായിരുന്നു. അവർക്ക് യേശുക്രിസ്തുവാകുന്ന സമാധാന പുരുഷൻ അവരുടെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്നാണ്ട് സമാധാനത്തോടായി വിടിയിരിക്കുന്നത്. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാ. ചിലപ്പോൾ അത്താഴം വെക്കാൻ കാണത്തില്ല, പട്ടിണിയായിരിക്കും, വാടക കൊടുക്കാൻ കാണത്തില്ല, വീട് പോലും ഇല്ലാത്തവർ കാണും, 1 സെന്റ് ഭൂമി ഇല്ലാത്തവരും ചിലപ്പോൾ ഇതിനകത്ത് കാണും. പക്ഷെ ഇങ്ങോട്ട് വന്ന് നോക്കിയേ, എന്ത് സമാധാനമായിട്ടായി വിടിയിരിക്കുന്നേ. സുവിശേഷം സമാധാനം തരുന്നതാ. അതല്ലേ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ യോഗം നടത്തുമ്പോൾ ചിലർ വന്ന് ബഹളം ഉണ്ടാക്കും, പരസ്യയോഗം നടത്തും, പോ ഉടനെ നമ്മൾ നിർത്തുക, പോവുക. അയന്നാ ഇത് സമാധാനമായതുകൊണ്ടാ. അതെ, ചില ഇടങ്ങളിലൊക്കെ പരസ്യയോഗം നടത്തുന്ന ദൈവദാസന്മാർ പരസ്യയോഗം നടത്തുമ്പോൾ ചിലർ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് ഉടനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. ഉടനെ ആ മൈക്കും ലഘുലേഖയും ഒക്കെ എടുത്ത് വണ്ടിയെ വെച്ച് ഉടനെ അതുങ്ങൾ അവിടുന്ന് പോവുക. അയന്നാ ഇത് സമാധാനമായതുകൊണ്ടാണ്. അതേസമയം ഈ പറയുന്ന വ്യക്തി പാർട്ടിക്കാർ യോഗം നടത്തുന്നുണ്ടെന്ന് എന്നേ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP അല്ലെ നമ്മുടെ മമതായുടെ പാർട്ടി ആരാ, മമതാ ബാനർജിയുടെ എന്തേലും ആട്ടെ, അതാ കൽക്കട്ടയില്ല തൃണമൂൽ അല്ലേ, ആയിക്കോട്ടെ. മായാവതിയുടേതോ BSP മുമ്പേ ഇവിടെ ആശംസ അറിയിച്ച സംഘടനയുണ്ടല്ലോ, CSDS അല്ലേ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകാർ, ആരും കേരള കോൺഗ്രസ്, ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റുകാരോ BJPക്കാരോ ഒക്കെ യോഗം ഒരു കൊടിയും 2 കസാരയും 2 പേരുമേ കാണുവോളൂ. നീ അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞേ നിർത്തും, പറയേ, നിന്നെ ഏറിക്കയറ്റും. ഉടനെ വിസിലടിക്കും. കുറച്ച് പേര് മുളവടിയായിട്ട് വരും, മറ്റേ പേര് വാരിക്കുന്തമായിട്ട് വരും. അങ്ങനെ 2 വകുപ്പാണ്. മുളവടി ഒന്നും അറിയാൻ മേല, എല്ലാം മേളിൽ നിന്ന് പൊട്ടി വീണതാ. കൊള്ളാം, പച്ചപ്പരമാർത്ഥികളെല്ലാം വന്ന് എന്നാലും ഇവിടെ തന്നെ കൂടിയല്ലോ. അല്ലെന്നോ കോൺഗ്രസ്സുകാരുടെയോ BJPക്കാരുടെയോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു യോഗത്തിന് 1 കോടിയും 2 കസാരയും മതി, 2 പേര് മതി. ചെല്ലുമോ? ചെല്ലത്തില്ല. ചെന്നാലോ? ചെന്നാൽ അറിയാം. പക്ഷെ നമ്മൾ ഇത്രയും പേരിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏറെ പേരോ കുറച്ച് പേരിക്കുമ്പോഴും ചിലർ വന്ന് ആരോഗ്യം ഉണ്ടാക്കും. നമ്മളുടനെ പോട്ടെ, ശാന്തമാക് എന്നല്ലേ പറയുന്നേ. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. മറ്റുള്ളവന്റെ പെടലി വെട്ടാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ലിത്. ആമൻ. മറ്റുള്ളവനെല്ലാം തൂത്ത് തുടച്ചു പറ്റി ഞങ്ങൾ മാത്രം ഇവിടെ പാർത്താ മതി എന്ന് പറയുന്ന മാർഗമല്ലിത്. ഇത് ഞങ്ങളുടെ കുത്തകയാണ്. ഈ മഹാരാജ്യത്തിൽ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ പാർക്കണം. ദൈവം അതിനാ ഭൂമിയെ സൃഷ്ടിച്ചത് സകല മനുഷ്യനും ഒരു വ്യക്തിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് ആരോഗ്യമുണ്ടാക്കരുത്, അടിപിടി ഉണ്ടാക്കരുത്, ബഹളമുണ്ടാക്കരുത്, അന്യോന്യം തല തല്ലിക്കീറരുത്, അന്യോന്യം തെറി പറയരുത്, അന്യോന്യം കൊമ്പ് കോർക്കരുത്, ജാതിയുടെ പേര് പറഞ്ഞ് വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞ് യാതൊരു പ്രശ്നമുണ്ടാക്കരുത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സമാധാനത്തോടെ ജീവിക്കണം. ഹൈന്ദവ സ്നേഹിതന്മാർ അവരുടെ വിശ്വാസമനുസരിച്ച് പൂജകൾ ചെയ്യുകയും ചെയ്യട്ടെ. ക്രൈസ്തവരായ നാമറയ ക്രൈസ്തവര് പള്ളിയിലും മറ്റു കാര്യം അവരുടെ ആചാരം അനുസരിച്ച് ചെയ്യുന്നു, ചെയ്യട്ടെ. മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ആചാരവും വിശ്വാസമനുസരിച്ച് ചെയ്യുന്നു. അവൻ മറ്റ് പെന്തിക്കോസുകാര് നാം വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പല കാര്യം ചെയ്യുന്നു. അതങ്ങനെ പറയുള്ളൂ. ചെയ്യട്ടെ. ബുദ്ധന്മാരുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ, ജൈനന്മാര്, ബുദ്ധന്മാര്, പാഴ്സികള്, അവർക്ക് ഓരോ മതത്തിനും അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ഓരോ കാര്യം. നമ്മളതിലൊന്നും കയറി കൈകടത്തരുത്, ആരും കയറി അഭിപ്രായവും പറയണ്ട. എല്ലാവരും ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം. ഇല്ല, എനിക്കറിയിപ്പാനുള്ളത് മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തുവാണ് രക്ഷകൻ. ഈ രക്ഷകന്റെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാ. ഇന്ന് രാത്രി ഒരു വ്യക്തിക്ക് ഈ രക്ഷ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനമാ. ഒരു കുടുംബത്തിൽ സുവിശേഷമെത്തിയാൽ കുടുംബത്തിന് സമാധാനമാ. ഒരു കാലത്ത് വെച്ച കഞ്ഞി പോലും കുടിപ്പിച്ച ആളല്ല അച്ചായൻ. എന്നോടൊരു തള്ള പറഞ്ഞു, നേണ്ടിരിക്കുന്ന കുഞ്ഞാട് പോലെ. ആരായിരുന്നറിയോ? അന്നേരം പുള്ളി എന്നെ കണ്ണടച്ച് കാണിക്കുന്നത്. വലിയ വില്ലനായിരുന്നു. കഞ്ഞി കുടിക്കാൻ അനുവദിക്കത്തില്ല, വെച്ച കഞ്ഞി കുടിപ്പിക്കുകയല്ല.
ചട്ടിയും കലം എടുത്ത് വെളിയിലിട്ട് ആമേൻ കലവും തല്ലി പൊട്ടിച്ച് പിള്ളേരെ അടിച്ച് ഭാര്യയെ ഉപദ്രവിച്ച് അയലത്തുകാരൻ തെറി പറഞ്ഞ് അങ്ങനെയൊക്കെ ജീവിച്ച ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ സുവിശേഷമാകുന്ന സമാധാനം ആ കുടുംബത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ആലോചനമില്ല, വഴക്കില്ല, പ്രശ്നമില്ല എന്ന്. അതെന്നാ കാരണം? ഇത് സമാധാനത്തിന്റെ മാർഗമാ. ഇന്ന് രാത്രി എന്റെ സ്നേഹിത സുഹൃത്ത്, ഇത് സമാധാനത്തിന്റെ മാർഗമാ. നിനക്ക് സമാധാനം തരുവാൻ കഴിവുള്ളവൻ ദൈവമാ. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ സമാധാനം. യേശു ക്രിസ്തു രക്ഷിക്കും, യേശു ക്രിസ്തു സമാധാനം തരും. മാത്രമാണോ ഒരു വാക്യവും കൂടെ പറഞ്ഞ ഭാഗം വിട. സുവിശേഷത്തിന്റെ വിശേഷത തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ച് സുവിശേഷത്തിന്റെ വിശേഷത വായിച്ച്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണോ വിൻസി? ഇപ്പോൾ മരണം അതാ വായിക്കേണ്ടത്. അപ്പൊ മുമ്പേ അതാ വായിച്ചേ. അതും കുഴപ്പമൊന്നുമില്ല, ബൈബിളല്ലേ. അപ്പൊ ഇതൊന്ന് വായിച്ചേ. ഇപ്പോൾ പാപത്തിന് കൈക്ക് എന്നാ പറ്റിയതാ? എനിക്കും വണ്ടി അപകടമാണ്. നമ്മൾ രണ്ടും ഒത്തോണ്ടാന്ന് തോന്നുന്നു. വായിച്ചേ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും. ഒന്നുകൂടെ വായിക്കണേ. ഞാൻ വെള്ളം കൂടെ കുടിക്കാനാ. ഇപ്പോൾ മരണം നീക്കുകയും. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത. 1-ാമത്തെ വിശേഷതയാണ് ഇത് രക്ഷിക്കുന്ന മാർഗമാ. സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷതയാണ് ആമേൻ സ്തോത്രം, ഇത് സമാധാനം തരുന്ന മാർഗമാ. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത വൈര്. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതു നിമിത്തം തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞാൽ മരണത്തിന്റെ പിടിയിൽ നിന്ന് നിത്യജീവനിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് സുവിശേഷം. ഈ മരണമെന്ന് പറയുമ്പോൾ ഏത് മരണമാ? സ്വാഭാവിക ശാരീരിക മരണമല്ല. വേറെ പുസ്തകത്തിൽ പല മരണങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം മരിക്കുമെന്നുള്ളത് ഉറപ്പാ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു. ഞാനും നിങ്ങൾ ഒരു ദിവസം മരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. മരിച്ചില്ലേ പ്രശ്നമാ. മരണം ദൈവം വെച്ച വ്യവസ്ഥയാ. ഈ കാണുന്നതെല്ലാം നശ്വരമാ, ശാശ്വതമുള്ളതല്ല. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ അയോധ്യാകാന്ഡത്തിൽ വിച്ഛിന്നാഭിഷേകത്തിൽ സ്കൂളിൽ പണ്ട് പഠിച്ചത് ഒരു ഭാഗമുണ്ട്. ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ വക്കിനി സന്തപ്ത ലോകസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. നമ്മുടെ മനുഷ്യ ജീവിതം ക്ഷണഭങ്കുരമാ. ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. ലക്ഷ്മണോപദേശത്തിൽ പറയുന്ന ഭാഗങ്ങളാ. സ്കൂളിൽ പഠിച്ചതാ. എന്നെ പഠിപ്പിച്ചത് പാപ്പൻ സാറാ. നന്നായിട്ട് അതെല്ലാം പഠിപ്പിച്ച് ഒരു നല്ല അധ്യാപകനായിരുന്നു. കടന്നുപോയി നല്ല മനുഷ്യനാ. അപ്പോൾ മനുഷ്യ ജീവിതം ക്ഷണപ്രഭയാ, മിന്നൽ പോലെ. ഇത് ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, ആവി പോലെ, നിലത്തൊഴിക്കുന്ന വെള്ളം പോലെ. എൻ്റെ സഹോദര, സുഹൃത്തെ, സ്നേഹിതനെ, ഒരു ദിവസം ഞാനും നീയും ഈ മരണം വഴിയായി കടന്നു പോകും. മരണത്തിന്റെ തണുത്ത കരം നിന്നെ വന്ന് തപ്പും തലോടും. അതിനു മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കത്തോലിക്കരാകുന്ന സഹോദരന്മാര് മരണവീടുകളിൽ പാടുന്ന ഒരു വരിയുണ്ട്. എല്ലാം അറിയത്തില്ല, അറിയാവുന്ന നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സഹായിക്കുന്ന നല്ലതാ. തെറ്റ് കാണേ ക്ഷമിക്കുകയും ചെയ്യണം. ആ വരി ഇങ്ങനെ: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ. എന്നോടായി പറയാന്നേ. അമ്മായിമ്മയായിട്ട് കൊമ്പ് കോർക്കുന്ന സിസിലിക്കുട്ടിയോടാ പറയാന്നേ. സിസിലിയേ, സിസിലി, ലില്ലി, സഭയിൽ കിടന്ന് വഴക്കുണ്ടാകുന്ന വാപ്പച്ചനും മേവച്ചനും തങ്കച്ചനും ജോർജ് കുട്ടിയും, അലോക്യോ അലപ്പുറ ഉണ്ടാക്കുന്ന സകല എണ്ണത്തിനോടും പറയുക: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവി
ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. ഏതാ? പെന്തിക്കോസിലെ. എന്നെ ആരും മതം മാറ്റിയതല്ല, അന്തും ഇന്നും തരാനും പറഞ്ഞതിനകത്ത് ചേർത്തതുമല്ല. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലൊരു ജോലിയായിരുന്നു, ചെത്തുതൊഴിലാളി യൂണിയനിൽ പെട്ട ആളായിരുന്നു എൻ്റെ അപ്പൻ. വളരെ കഷ്ടപ്പെട്ട ഞങ്ങളെ വളർത്തിയത്. അപ്പന് കള്ളുഷാപ്പിലെ ജോലിയാ. ഞാനൊരിക്കലും ഒരു രാജ്യത്ത് ചെന്നപ്പം, വേറെ രാജ്യമല്ല, അമേരിക്കയിൽ ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പം വേറൊരുത്തൻ പറഞ്ഞു അതൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ? എടാ, എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ എച്ചിപ്പാത്രം കഴുകിയാ ഞങ്ങളെ വളർത്തിയത്. അതെവിടെയും പറയും. അല്ല, എൻ്റെ അപ്പൻ മണർകാട് പാപ്പൻ്റെ അളിയനാന്നല്ല പറഞ്ഞേ. ചാലേ പണിക്കരുടെ ഉപ്പാപ്പനാന്നല്ല പറഞ്ഞേ. എൻ്റെ അപ്പനാ വളരെ കഷ്ടപ്പെട്ടാ വളർത്തിയേ. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. എന്നെ ആരും മതം മാറ്റിയതല്ല. ഇന്നത് തരാം. ചില ആൾക്കാർ പറയാ കണ്ണടച്ച് ഫോട്ടോ എടുത്തേടെ പോടാ, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടക്കിയല്ല. ഇങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞേ നോക്കുക, പിന്നെ അതിന് ഫോട്ടോയ്ക്ക്. ചില ആൾക്കാരുടെ ധാരണ ഇതാ, കണ്ണടച്ച് ഫോട്ടോ കൊടുക്കുന്നു, ഒരു തലയ്ക്ക് ഇത്ര രൂപയാന്ന്. കൊള്ളാം, ഈ യോഗം തന്നെ നടത്തുന്നത് അങ്ങ് പുള്ളി അരങ്ങിയിരിക്കുക. ഇത് കടവില്ലാതെ എന്നരാ തലയ്ക്കല്ല മണയ്ക്ക്. അപ്പൊ ആരും മതം മാറ്റിയതല്ല. ഞാൻ വളരെ ഭക്തിയോടാ ചെറുപ്പം എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ക്ഷേത്ര ദർശനത്തിൽ നടത്തുമായിരുന്നു. നിർമ്മാല്യ ദർശനത്തിന് പോകും, ദീപാരാധനയ്ക്ക് സംബന്ധിക്കും. പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ വളരെ ഭക്തിയോടാ ജീവിച്ചത്. വളരെ ഭക്തിയോടെ. ഒറ്റ ദിവസം പോലും നാമം ജപിക്കാതെ ഇരിക്കത്തില്ല, ക്ഷേത്രത്തിൽ പോകാതെ ഇരിക്കില്ല. വളരെ ഭക്തിയോടാ ജീവിച്ചത്. എന്നാലാവും വിധം. അപ്പോൾ അന്ന് നാമം ജപിക്കുമ്പോൾ ഒരു വരിയുണ്ട്, ഹൈന്ദവരായ സ്നേഹിതന്മാർക്കറിയാം, നല്ല ഒരു പ്രയോഗമാണ്. ഇപ്പൊ 10-35 കൊല്ലമായതുകൊണ്ട് ചിലപ്പോൾ വരികളൊക്കെ മറന്നുപോയി, തെറ്റുകാനെ ക്ഷമിക്കണം. വരി ഇങ്ങനെ: കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം ബത കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിക മരുവുക സതതം. മരണം വരും. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ട വന്നാൽ യമഭടർ നാരായണ ജയ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിലും മരണം വരും, പിടികൂടും. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കമെന്ത് സംഭവിച്ചു കേട്ട് കേൾവിയില്ലയോ? സകല എണ്ണത്തിനെ മരണം പിടികൂടും, നിന്നെ പിടികൂടും. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും. ഇന്ന് രാത്രി അറിയിപ്പാനുള്ള സന്ദേശം: മരണത്തിന്റെ ദൂതൻ വന്ന് നിന്നെ തൊടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിന് ദൈവം നിനക്ക് ഇന്ന് രാത്രി അവസരം തരിക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പോൾ മരിക്കുമെന്നുള്ളത് ഉറപ്പാ. അപ്പോൾ ഇവിടെ മരണമെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വായിച്ചേ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ ബിൻസി. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട്. ഈ മരണം എന്തോ മരണമാ? ശാരീരിക മരണമല്ല, സ്വാഭാവിക മരണമല്ല, നിത്യമരണം. നിത്യമരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. ആ മരണത്തിന് പല പേരുകളുണ്ട്. അതിൽ ഒരു പേര് രണ്ടാം മരണമെന്നാ. രണ്ടാം മരണം. വേറൊരു ഭാഗത്തുണ്ട്. രണ്ടാം മരണം ഏതാ? വായിച്ചേ, അത് വായിച്ചങ്ങ് നിർത്തിയേക്ക, സമയം പോയത് കൊണ്ട്. 20-ാം അധ്യായം വെളിപ്പാട്, അതിന്റെ 18-ാം വാക്യം വായിച്ചാട്ട്. 13-ാം വാക്യം വെളിപ്പാട് 20:13. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്തത്: ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. പിന്നെ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അതിന്റെ 10-ാം വാക്യം കൂടെ വായിച്ചേ. ആരാ പോകുന്നത്? വായിച്ചേ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അടുത്തത്: അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം. അപ്പോൾ രാപ്പകൽ കത്തുന്ന ഗന്ധക തീപ്പൊയ്ക തള്ളിയിടും. അത് ഗന്ധകം കത്തിക്കൊണ്ടിരിക്കുന്നു, വല്ലപ്പോഴുമല്ല രാപ്പകൽ. ഇത് രണ്ടാം മരണം. ആര് പോകും? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവനെയും തള്ളിയിടുമെന്ന വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ അറിഞ്ഞാൽ ആ നിത്യമരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. അതാണ്
ഇതാണ് സുവിശേഷം. ഞാൻ ദീർഘമാക്കുന്നില്ല. ഇത് ഈ സുവിശേഷമായി ഇന്ന് രാത്രി സുവിശേഷം വന്നത് കൊണ്ടില്ലയോ ആമേൻ വിടുതലും അനുഗ്രഹവും ഉണ്ടായത്. എടാ, പണ്ട് കാലത്ത് എൻ്റെ വല്യപ്പൻ്റെ വല്യപ്പന് ഇതുപോലെ വെള്ളത്തുണി ഒന്നും ഉടുത്തോണ്ട് ഈ റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല. കാവാലമല്ല ഒരു ഇടത്തൂടെ നടക്കാനൊക്കെ അയിത്തമുള്ള കാലമാണ്. അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താൻ ഒത്തിരി പറയാനുണ്ട്. ഇതും കൂടെ കേക്ക്. എൻ്റെ വല്യപ്പനെ അപ്പൊ നിങ്ങൾ ഇയാടെ വല്യപ്പൻ ആരാന്ന്? അത് പഴയ കോഴിക്കാട്ട് തറയ വള്ളവൻ എന്ന് പറയും. അത് ഞാൻ പിന്നെ പറയാം. അല്ല, ഇതെല്ലാം പറയുന്നതിന് എന്നാ, നീ വന്ന് അന്വേഷിക്കുക ആരാന്ന്. കോഴിക്കാട്ട് തറയിൽ വള്ളുവൻ. അയിത്തമുള്ള കാലമാണ്. അതെന്നാ, സാധുക്കൾക്കും സാധുവർഗക്കാർക്കും നിരത്തിൽ കൂടെ ഇറങ്ങി നടക്കാനൊക്കത്തില്ല. ആമേ ഹോയ് ഹോയ് ഒന്ന് ശബ്ദമുണ്ടാക്കും. ഓരോ ജാതിക്കാർക്കും ഇത്തരം ആടി ദൂരം നടക്കണം. അറിയാമോ നിനക്ക്? ദൂരം നടക്കണം. അല്ലാതെ കയറി നടന്നാൽ വേറെ അടി. ഇതുപോലെ വെള്ളത്തുണി ഉടുക്കാനൊക്കത്തില്ല. അമ്മമാർക്ക് മാറ് മറക്കാനൊക്കത്തില്ല. ആഭരണം ധരിക്കാനൊക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റത്തില്ല. ഒരു പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് വെങ്ങാനൂര് പള്ളിക്കൂടത്തിൽ കൊണ്ട് കയറ്റി. അന്നത്തെ മിടുക്കന്മാര് പള്ളിക്കൂടത്തിന് തീ വച്ചെന്ന്. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി. നീ പോയി അന്വേഷിക്ക്. പഞ്ചമി. സമാന സംഭവം പുല്ലാട്ടുണ്ടായി. തീറ്റി ദേവൻ എന്ന് പറയുന്ന ആൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടിരുത്തി പള്ളിക്കൂടത്തിന് തീ വെച്ച് പുല്ലാട്ട്. പിന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സരസകവി മൂരൂര് പത്മനാഭ പണിക്കർ ഇലവന്തിട്ട അനേകം രംഗത്ത് വന്ന്, ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല, അങ്ങനെയുള്ള കാലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം, ഇതുപോലെ വെള്ളത്തുണി കൊടുത്തോണ്ട് റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല. എന്നാൽ ഇന്ന് എനിക്ക് വേണ്ട ഇഷ്ടം പോലെ വെള്ളത്തുണി കൊടുത്തോണ്ട് നടക്ക. അതിനിടയാക്കിയതടാ പോട്ടെ ഈ സുവിശേഷം വന്നത് കൊണ്ടാ. സുവിശേഷം കൊണ്ട് മാത്രമേ. എന്നോട് ഒരാൾ ചോദിച്ചു, ഇത്രയോ വെള്ളത്തുണി, എൻ്റെ വല്യപ്പനെ വെള്ളത്തുണി ഉടുപ്പിക്കാത്ത നിന്നെയെല്ലാം കാണിക്കാനാടാ. 8-10 കിലോ എത്രയുണ്ട്? ഇത് 2.5 ഉണ്ട്. ഇത് 2-3 മീറ്റർ ഉണ്ട്. ഇതിനാ ഉടുത്തോണ്ട് കിടക്കുന്നത്. എടാ, സുവിശേഷമായി ഇത് മാറ്റി തന്നത്. 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാക്കിയത് സുവിശേഷമാ. റോഡിൽ കൂടെ നടക്കാൻ ഇടയാക്കിയത് സുവിശേഷമാ. 4 അക്ഷരം കൂട്ടി വായിപ്പിച്ചത് സുവിശേഷം വന്നതാ. അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാ. സുവിശേഷം വന്നെടുത്ത് ഇതൊക്കെ നടക്കൂ. ഇന്ന് രാത്രി നീ സുവിശേഷത്തിൽ വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. അവൻ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ. സുവിശേഷം അവൻ സമാധാനത്തിന്റെ മാർഗമാ. സുവിശേഷം നിത്യനാശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ജീവൻ പോകേണ്ടി വന്നാലും പെടലി പോകേണ്ടി വന്നാലും യേശു രക്ഷിതാവാന്ന് പറഞ്ഞോണ്. മറ്റൊരുത്തലിന് രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഇന്ന് രാത്രി ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗവർണർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി ഓരോ സംസ്ഥാനത്തിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, കേരളത്തിന് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി, എം പിമാർക്ക്. എന്തിനാണെന്നറിയാമോ? ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. ഈ രാജ്യത്ത് ശാന്തത ഉണ്ടാകണം. ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. ഈ രാജ്യം വിടുതൽ പ്രാപിക്കണം. ഈ രാജ്യത്തുള്ള ആർക്കും ദോഷമുണ്ടാകരുത്. ഈ ഇന്ത്യ രാജ്യത്തെ, കേരള സംസ്ഥാനത്തെ, ഓരോ സംസ്ഥാനങ്ങൾ അല്ല, ലോകരാജ്യത്തെ മുഴുവൻ. അങ്ങനല്ലയോ ലോക സമസ്ത സുഖിനോ. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും രക്ഷ ഉണ്ടാകട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി യേശു ക്രിസ്തു ഒരു മതത്തിന്റെ സംഘടനയുടെ ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ദൈവത്തെ ഭജിക്കുവാൻ, ആരാധിക്കുവാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. യോഹന്നാൻ വലിയവനാകാൻ ഒന്നാമത്തെ കാര്യം സുവിശേഷം അറിയിച്ചു. വേറെ കാര്യമുണ്ടത് പറയാൻ നേരമില്ല, സമയം പോയി. വലിയവനാകാൻ 2 നീതിയും വിശുദ്ധിയും ഉണ്ടായിരുന്നു. വ്യാഖ്യാനിക്കുന്നില്ല. 3 അമ്മയുടെ വയറ്റിൽ കിടന്ന അഭിഷേകം പ്രാപിച്ചവന്. നീ 50 കൊല്ലമായി ഇതിനകത്ത് വന്ന് ചക്കപ്പോത്തിരിക്കും പോലെ ഇരിക്കുക. തമ്പേറടിക്കുമ്പോൾ തെക്കുമ്പൊക്കെ നോക്കുക. അഭിഷേകം പ്രാപിച്ചവനാ. 4 ആത്മാവിൽ ബലപ്പെട്ടവനാ. 5 ധൈര്യമുള്ളവനാ. 6 യേശുവിനെ ഉയർത്തുന്നവനാ. ഇപ്പം വ്യാഖ്യാനിക്കാൻ നേരമല്ല, പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. ഒരു കാര്യമേ വിശദീകരിച്ചുള്ളൂ. കർത്താവ് നിങ്ങളെ വലിയവരാക്കും.
നിങ്ങൾക്കും വലിയവരാകാം. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിക്കണം, നിത്യതയിലെത്തണം. അതിന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ക്ഷണിച്ചവർക്കും കേട്ടിരുന്നവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. സമയം പോയതുകൊണ്ട് ഇനി അധികം പാട്ട് പാടുന്നില്ല. പാടുകാരെന്നല്ലോ 5 മണി 6 എത്ര മണി പാട തുടങ്ങി? അയ്യോ, ഊപ്പാട് വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ